ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രിബിനാലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിപോലെ തിങ്കളാഴ്ച നമ്മൾ സൈക്കോളജി മോട്ടിവേഷൻ തലങ്ങളിലൊക്കെ അനേകം ക്ലാസ്സുകൾ കേൾക്കുന്നു. അപ്പോൾ ഇന്നും വളരെ മനോഹരമായ ഒരു ക്ലാസ്സാണ്. ഗോൾഡുമായിട്ട് ചേർന്ന് വരുന്ന 3 feet ഫ്രം ഗോൾഡ് എന്ന് പറയുന്ന ഒരു വിഷയം. തീർച്ചയായിട്ടും ആ വിഷയത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആകർഷിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം വിഷയം ഗോൾഡാണല്ലോ. വിജയം വഴിയിലാണ്, മനസ്സിൻ്റെ ശക്തി പിന്തിരിയരുത് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്നതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എനിവേ, നമുക്കെല്ലാവർക്കും മനോജ് സാറിൽ നിന്ന് ആ വിഷയം കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാറിനെയും. മനോജ് സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, once again for having an opportunity to meet all of us. സാറ് പറഞ്ഞ പോലെ ഈ പേര് കേൾക്കുമ്പോൾ, ഈ 3 feet ഫ്രം ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ അത് അറിയാവുന്നവരുണ്ടാവും തീർച്ചയായിട്ടും. എങ്കിലും അതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്. ഈ ഇതിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത സാറിൻ്റെയൊക്കെ സബ്ജക്റ്റുകളിലും നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലും ഗോൾഡുമായിട്ടൊന്നും അതൊരു ബന്ധം ഇല്ലല്ലോ. അപ്പോൾ പക്ഷേ എന്താണ് ഈ 3 feet ഫ്രം ഗോൾഡ് എന്ന് കേൾക്കുമ്പോഴേ അതിൽ നിന്ന് ഇപ്പോൾ സാബു സാറിന് തോന്നിയ പോലെ തന്നെ അതിൻ്റെ ഒരു പലർക്കും പല ആംഗിളിൽ നിന്നിട്ടുള്ള ഒരു ചിന്തയായിരിക്കും തീർച്ചയായിട്ടും വന്നത്. ടോമി സാറിനൊക്കെ അറിയാമായിരിക്കും തീർച്ചയായിട്ടും എന്താണ് സബ്ജക്റ്റ് എന്നുള്ളത്. ഞാനിത് സെലക്ട് ചെയ്യാനുള്ള കാരണം നമുക്കൊക്കെ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടാണ്. അപ്പോൾ ഈ 3 feet ഫ്രം ഗോൾഡ് എന്നുള്ളത് എനിക്ക് ഒരു പുതിയ ഐഡിയ ആയിരുന്നു. ഞാനൊരു ബുക്ക് വായിച്ചപ്പോൾ, ആ ബുക്ക് എല്ലാവർക്കും അറിയാവുന്ന ബുക്കായിരിക്കണം. അപ്പോൾ അതിലേക്കൊക്കെ ഞാൻ വരുന്നുണ്ട്. അപ്പം അങ്ങനെ അത് വളരെ ഒരു ആവേശകരമായിട്ട് അതിങ്ങനെ വായിച്ചപ്പോൾ, നേരത്തെ വായിച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടെ വായിച്ചപ്പോഴാണ് എൻ്റെ ആ ബുക്കിൻ്റെ മഹാത്മ്യം അറിയും. അപ്പം അങ്ങനെ അടുത്തിടെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു സംഭവം അങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു തീമിൽ കൂടെ സാബു സാറിൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ വരിക നമുക്ക് എല്ലാവർക്കും കൂടെ പിന്നെ ഒരു ഓപ്പൺ ഡിസ്കഷൻ ആകാം എന്നും കരുതിയാണ് ഞാൻ ഈ പേര് ഇങ്ങനെ സാറിനോട് പറഞ്ഞത്. ഇതിന് ആർക്കെങ്കിലും ടോമി സാറിന് എന്തെങ്കിലും ഒരു ക്ലൂ, നമുക്കൊരു ജസ്റ്റ് ഒരു ഇന്ററാക്ഷനിലൂടെ തുടങ്ങി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ആർക്കെങ്കിലും, ഇപ്പോൾ സാബു സാറിൻ്റെ ഒരു ഐഡിയ പറയും, വേറെ ആർക്കെങ്കിലും ടോമി സാറോ അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ കുറിച്ചൊരു ആംഗിളിൽ നിന്ന് ചിന്തിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞിട്ട് നമുക്ക് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. ആർക്കെങ്കിലും എല്ലാവർക്കും പറയാം, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ. ഇല്ല സാർ, ഗോൾഡ് ഓർണമെന്റ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ അത് ഇങ്ങനെ ഖനനം ചെയ്തെടുക്കുന്നതെന്നൊക്കെ അറിയാവുന്നതല്ലാതെ വലിയ കോസ്റ്റ്ലി സാധനമാണെന്നും സമ്പത്തിന്റെ ഒരു അടിസ്ഥാനമാണെന്നും ഒക്കെ അറിയാം. അതല്ലാതെ ഇതിന്റെ കൂടുതൽ പറയാനറിയില്ല. ഓക്കെ, സാറത് പറഞ്ഞല്ലോ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ അല്ലേ, ഇപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള ലോകത്തിൽ ഉള്ളതിലേക്ക് വെച്ച് ഏറ്റവും വിലയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗോൾഡൻ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്, ഗോൾഡിൻ്റെ വാല്യൂ, അതുപോലെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റീസ്, അങ്ങനെ പലതും ഗോൾഡുമായിട്ട് കണക്ട് ചെയ്താണല്ലോ നമ്മൾ സംസാരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇട്ടത്. അപ്പം ഇത് പല ഫ്രേസുകളിൽ കൂടി ഈ സബ്ജക്റ്റിനൊക്കെ ജോസഫ് ജോൺ സാറും വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ സാറിനൊക്കെ അറിയാമായിരിക്കും. സാറിനൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ജോസഫ് ജോൺ സാറിനോടാണ് ഈ 3 feet ഫ്രം ഗോൾഡ് എന്നുള്ള ഒരു ടൈറ്റില്. ജോസഫ് ജോൺ സാറെ, അത് കേട്ടിട്ട് സാറിന് എന്തെങ്കിലും അപാകത തോന്നുന്നുണ്ടോ, അതോ സാറിന്റെ ഒരു വ്യൂ പറയുമോ ഒന്ന് പെട്ടെന്ന്? എനിക്ക് തോന്നുന്നത് നമ്മളുടെ പ്രയത്നവുമായിട്ട് കണക്ട് ചെയ്തതാണ്. ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു പ്രയാണത്തിൽ ഇടയ്ക്ക് വെച്ച് പിന്മാറുന്ന ഒരു കാര്യമാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഓൾമോസ്റ്റ് അങ്ങനെയാണ്. അങ്ങനെ അപ്പൊ അതൊരു ഹിന്റ് ഉണ്ട് അതിനകത്ത്. അതാണ് ഗോൾഡുമായിട്ട് 3 feet ഉള്ളേ, 3 അടി മാത്രമേ ഉള്ളൂ ഗോൾഡിലേക്ക് എത്താനുള്ള ദൂരം. സക്സസ്ഫുൾ ഈസ് എ ഗോൾഡ് എന്നാണ് സാറ് ഉദ്ദേശിക്കുന്നത്. സക്സസ് ഈസ് എ ഗോൾഡ്. അതായത് നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താനായിട്ട് നമുക്ക് 3 അടി മാത്രം ഒരു അകലം ഉള്ള സമയത്ത് നമുക്ക് പിന്മാറുകയോ അല്ലെങ്കിൽ മുൻപോട്ട് പോവുകയോ ചെയ്യാം. പോയാൽ ലക്ഷ്യത്തിലെത്താം, ഗോൾഡ് വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് പിന്മാറിയാൽ തോൽവി. അതായിരിക്കും സാർ ഉദ്ദേശിച്ചത്. അല്ല, ഉഷ ടീച്ചർ അങ്ങനെയാണല്ലോ തോന്നിയത്. അപ്പം ഇതെല്ലാം ഇപ്പൊ ഏതാണ്ട് നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് വലിയ പ്രത്യേക ഉണ്ടല്ലോ ഒരു ഓപ്പർച്യൂണിറ്റി. ജോസഫ് ജോൺ സാർ പറഞ്ഞു, ടോമി സാർ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ
ഈ പല കാര്യങ്ങളിൽ താൽക്കാലികമായിട്ടുണ്ടാകുന്ന കുറെ തടസ്സങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലേ? ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോഴേ ഓൺ ദ വേ, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പല ടാസ്കുകളുണ്ടാവും, പല തടസ്സങ്ങളുണ്ടാവും, പല ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ എന്താ സാധാരണ ചെയ്യുന്നത് പറഞ്ഞാൽ മിക്കവാറും അത് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. കുറെ അറ്റംപ്റ്റ് ഒക്കെ ചെയ്യുമെങ്കിലും ഈ താൽക്കാലികമായിട്ടുണ്ടാകുന്ന ഈ ഹിക്കപ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നമ്മുടെ പല കാര്യങ്ങളിലും ജീവിതത്തിലോ പ്രൊഫഷണലിയോ പേഴ്സണലിയോ ഒക്കെ വരുമ്പോഴും നമ്മൾ മിക്കവാറും ഉള്ള ഒരു ടെൻഡൻസി അതങ്ങ് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പൊ തീർന്നല്ലോ, ഓക്കെ, ദെൻ വി വിൽ ഹാവ് അനദർ ട്രൈ വിത്ത് സം അതർ തിങ്സ്. അപ്പോൾ ഇങ്ങനെ ഈ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ആണ് പല കാര്യങ്ങളും പരാജയപ്പെടുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് വിജയിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ അവിടെ വരെ എത്തിയില്ലല്ലോ. അപ്പോൾ നമ്മൾ തുടങ്ങി വെച്ച പല കാര്യങ്ങളും പാതി വഴിക്ക് വെച്ചിട്ട് ഉപേക്ഷിച്ച് പോകുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പോലും പല വമ്പൻ പരാജയങ്ങൾ തുടങ്ങി ചെറിയ ചെറിയ പരാജയങ്ങളൊക്കെയും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. വി ആർ ഡ്രോപ്പ് ചെയ്യുന്നു പലതും. അപ്പൊ പിന്നെ അത് ഓരോ വ്യക്തി, ഇപ്പൊ നമ്മൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ വ്യക്തികൾക്കും നമ്മളിത് പിന്നെ നമ്മളിതിനെക്കുറിച്ച് ഓർക്കും. ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യും, അല്ലേ? നമ്മൾ അത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയനെയോ, അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് ആ ടാസ്ക് പൂർത്തീകരിക്കും, അതിനടുത്ത് വരെ ചെന്നു, പക്ഷേ നമ്മൾ വിട്ട് കളഞ്ഞിട്ട് പോയെന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പലതും നമുക്ക് കയ്യെത്താവുന്ന ദൂരത്താണെങ്കിലും എത്തിപ്പിടിക്കാവുന്ന കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. അതൊരു പക്ഷേ ഈ പറഞ്ഞ ഒരു ഗോൾഡാകാം, ലക്കാവാം, പിന്നെ ഭാഗ്യക്കുറിയാകാം. അപ്പോൾ അതിനകത്തൊക്കെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ, അല്ലേ? നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിസയർ വേണം ആ പോകുന്ന കാര്യത്തിൽ. ഇതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഐ ഹാവ് എ ബേണിംഗ് ഡിസയർ ഇൻസൈഡ് മീ. അപ്പോൾ ആ ഡിസയർ ഉണ്ട് എങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളുടെ അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം ഫോളോ ചെയ്യും. പക്ഷെ പലപ്പോഴും നമുക്ക് റിസ്കുകളൊന്നും കൂടുതൽ എടുക്കാൻ വയ്യാത്തതുകൊണ്ടും പിന്നെ അത്ര ക്ഷമയില്ലാത്തതുകൊണ്ടും ഒക്കെ നമ്മൾ പല കാര്യങ്ങളും അങ്ങനെ ഉപേക്ഷിച്ച് പാതി വഴിക്ക് പോകുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളിൽ കൂടെയുള്ള പലതും ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്തിപ്പിടിക്കാവുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നഷ്ടമാകുന്നു. ഓക്കെ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതിങ്ങനെ വന്നിട്ടുണ്ടാവും. ഇപ്പം എല്ലാവരുടെയും ഒരു നമ്മുടെ കാര്യമൊക്കെ എടുത്താൽ തന്നെ വിജയം വരുന്നതിന് തൊട്ട് മുന്നേ തന്നെ വളരെയധികം പിന്നെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ടാവും. 2-3 കാര്യങ്ങളുടെ ചെയ്തിരുന്നെങ്കിൽ ആ കാര്യം ചിലപ്പം നടന്നുപോയത്. പക്ഷെ ആ 2-3 കാര്യം മിസ് ചെയ്തുകൊണ്ടാണ് വി ഹാവ് എ ഡിസ്റ്റൻസ് ഓഫ് 3 feet ടു ഗെറ്റ് ദ ഗോൾഡ്. അപ്പോൾ അതാണ് എൻ്റെ പോയിന്റ്, സാബു സാറേ. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ സൈക്കോളജിക്കലായിട്ട് നമ്മളൊന്ന് അനലൈസ് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്കും നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സബ്ജക്റ്റിലേക്ക് ഞാൻ കടക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും വായിച്ചു എന്ന് കരുതുന്നു. വാട്ട് എവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് എവർ യുവർ മൈൻഡ്, സോറി സാർ, എൻ്റെ സ്ക്രീൻ ഔട്ട് ഓഫ് ആയോ? ഒരു സെക്കൻഡ് സാബു സാർ. ഇല്ല, കാണാമല്ലോ. ഇല്ല, വിസിബിൾ ആണ് സർ. ഓക്കെ, കാണാം സാർ, ക്ലിയർ ആണ്. നെപ്പോളിയൻ ഹില്ല് പറഞ്ഞല്ലേ സാറേ? അതെ സാർ, അതെ സാർ. ഞാനൊന്നുകൂടെ ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. അതെ, ഷാജി സാറാണ് പറഞ്ഞത് കറക്റ്റായിട്ട്, അല്ലേ? ഇയാളിനെ അറിയാം ആർക്കെങ്കിലും? ഇതാണ് ഇപ്പൊ ഷാജി സാർ പറഞ്ഞ നെപ്പോളിയൻ ഹിൽ. ആക്ച്വലി അദ്ദേഹമാണ് ഈ പറഞ്ഞ വളരെ പ്രസിദ്ധമായ 1937 പറഞ്ഞ ഒരു കാര്യമാണിത്. ശരിക്കും പറയാം, വാട്ട് എവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. I'm very happy to have this personal visit with you. Won't you be seated, please? And now, may I request that you forget all your problems and just relax while I bring you the master key with which you may unlock the door to any opportunity that your mind can conceive. Right here at the beginning of our visit,
I'm going to make you a promise. If you will decide definitely what you want most during your entire lifetime and write it down on paper so that I can read it, I will give you the master key with which you may open the door to the attainment of your desires, whatever they may be. The exact moment when I will deliver this master key to you will depend entirely upon when you are ready to receive it. This is the first of 13 messages that I will deliver to you. Now, in each message, I will describe the master key in terms that you will understand if you are ready to understand. And now I shall give you the first cue as to the nature of the great master key which has been responsible for all the great successes in every calling, in every part of the world. Please listen carefully to what I have to say, because you may discover the secret of the master key in this first visit. You may get your first cue as to the nature of the great master key when I tell you that psychologists have discovered a natural law which is the very foundation of all personal successes. And I can describe it to you in one short sentence so you can understand it. Whatever the mind can conceive and believe, the mind can achieve. Isn't that a profound statement? You will notice that it says nothing about the need for education, but simply that whatever your mind can conceive and believe, your mind. സർ, എൻ്റെ മൗസിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തോട്ടെ. മൗസ് ചുമ്മാ ആരോഗ്യ പ്രസ് ചെയ്താൽ മതി സാറേ. ആരോഗ്യ. അപ്പോൾ ഇതാണ് നെപ്പോളിയൻ ഹില്ല് പറഞ്ഞ കാര്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. വാട്ട് എവർ യുവർ മൈൻഡ് ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. നമ്മൾ മനസ്സിൽ എന്ത് വിചാരിച്ചാലും, നമ്മളത് കൺസീവ് ചെയ്താൽ, സങ്കല്പിച്ചാലും അത് വിശ്വാസം, അത് ഏറ്റവും വലിയത് അതിനകത്തെ വിശ്വാസമാണ്. നമ്മളൊക്കെ പറയുന്ന പോലെ എല്ലാം വിശ്വാസമാണല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ നെപ്പോളിയൻ ഹിൽ 1937 അദ്ദേഹം എഴുതിയ ഒരു പ്രസിദ്ധമായ ബുക്കുണ്ട്, എല്ലാവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത്, തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമ്മുടെ ഇന്നത്തെ ഈ തീം. ഞാൻ അതുകൊണ്ടാണ് ഈ തീം എടുക്കാനുള്ള കാര്യം. വളരെ പ്രസിദ്ധമായ ബുക്കാണ്. എൻ്റെ ഇന്നത്തെ ഈ സെഷൻ്റെ മെയിനായിട്ടുള്ള ഇൻസ്പിറേഷനും അത് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു 3 feet from gold എന്നുള്ളൊരു തീം എടുത്തതെന്നുള്ളതും അതുകൊണ്ടാണ്. ഹി സേസ് മോസ്റ്റ് ഗ്രേറ്റ് പീപ്പിൾ ഹാവ് അറ്റൈൻഡ് ദർ ഗ്രേറ്റ് സക്സസ് ജസ്റ്റ് 1 step ബിയോണ്ട് ദർ ഗ്രേറ്റസ്റ്റ് ഫെയിലിയർ. ഇദ്ദേഹം 20 വർഷം കൊണ്ട് അമേരിക്കയിലുള്ള ഏതാണ്ട് 500 most successful people in America, he has taken 20 years to conduct a study, and he has written this book, Think and Grow Rich. നമ്മളത് കേൾക്കുമ്പോഴും, നമ്മൾ ആ ബുക്കിൻ്റെ പേര് കേൾക്കുമ്പോൾ പോലും അത് പെട്ടെന്ന് പണക്കാരനാകാനുള്ള സൂത്ര വഴികളോ കുറുക്ക് വഴികളോ ഉള്ള ഒരു ബുക്കല്ല. അതിനകത്ത് പറയുന്ന അതായത് വിജയത്തിൻ്റെ കാര്യം തന്നെയാണ്. വിജയം എങ്ങനെയാണ്? 500 പേരിലധികം അദ്ദേഹം ഇൻ്റർവ്യൂ എടുത്ത് അവരെക്കുറിച്ച് പഠിച്ച് അവരുടെ കൂടെ ഹി സ്പെൻഡ് ടൈം വിത്ത് 500 people and took 20 years. ഇപ്പം നെപ്പോളിയൻ ഹില്ലിനെ കുറിച്ച് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടമാണ് 1883 മുതൽ. he died on 1970. And he was a pioneering American self-help author. He was a very famous motivational speaker, best known as, his book is the best known book is Think and Grow Rich. ഇതാണ് നമ്മുടെ ബേസ് എന്ന്, which was sold over 100 million copies worldwide since its publication. ഇപ്പോഴും ഈ ബുക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ കോപ്പീസ് വിറ്റ ബുക്ക് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴും സ്റ്റിൽ ഇറ്റ്സ് എ ഹോട്ട് കേക്ക്. അത്രമാത്രം ആൾക്കാർ വായിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും, and people want to know how we can also be successful like this 500 people. So he is giving hundreds and hundreds of examples how to become more successful. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ബുക്കിൻ്റെ തുടക്കത്തിൽ തന്നെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓൾ ചാപ്റ്റേഴ്സ് ആർ ടോക്കിംഗ് അബൌട്ട് this the 500 people's reviews, and the book is starting with this thing, 3 feet from gold actually. Okay,
അപ്പൊ അതിന് എന്താണ് പറയുന്നത് ടു എക്സ്പ്ലോർ ദ പ്രൊഫൗണ്ട് ലെസൺ ഓഫ് പെർസിസ്റ്റൻസ് ആൻഡ് റെസിലിയൻസ്. പെർസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കുക. ആൻഡ് കം ബാക്ക് റെസിലിയൻസ് ത്രൂ ദ സ്റ്റോറി ഓഫ് ദ 3 feet from gold. അപ്പൊ ഞാൻ ഇതുകൊണ്ടാണ് ഈ സബ്ജക്റ്റ് എടുക്കാനുള്ള കാര്യം. ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ ആക്ച്വലി ഒരു സ്റ്റോറിയിൽ കൂടാണ്. ദ സ്റ്റോറി ഓഫ് ആർ.യു. ഡാർബി. അപ്പോൾ ഈ ആർ.യു. Darby was inspired by his uncle who had discovered vein of gold in Colorado during the gold rush. ഈ അമേരിക്കയിൽ അങ്ങനെ സമയമുണ്ടായിരുന്നു. മൈൻസ് ഒക്കെ തുടങ്ങിയ സമയത്ത് there was a lot of resources in America, and people started digging legally as well as illegally to find out gold. അപ്പോൾ അങ്ങനെ even though it's mentioned as a story, but there are real stories like what Napoleon Hill was saying. So this Darby was inspired with his uncle who had discovered that a vein of gold was available in this place. So what they did, motivated by the potential for wealth. അപ്പോൾ ഗോൾഡ് എന്ന് കേൾക്കുമ്പോൾ അറിയാലോ എല്ലാവർക്കും അതിനകത്തെ കുറിച്ചൊരു ആഗ്രഹം ഉണ്ടാകും, അതെങ്ങനെ സ്വായത്തമാക്കാനും തോന്നും. സോ Darby and his uncle invested in the necessary equipment and machinery to mine the gold. അപ്പോൾ അവർക്ക് ഇത് ചെയ്യണമെങ്കിൽ നിസ്സാരമല്ല, ഇറ്റ് ഇസ് എ ഹ്യൂജ് ടാസ്ക് ഓവർ ദെയർ. സോ ദേ പർച്ചേസ്ഡ് സം എക്യുപ്മെന്റ് ആൻഡ് സം അതർ ടൂൾസ് ഫോർ digging this. So this is a small illustration I have given to get an idea what was this R.U. Darby story. Okay, അപ്പോൾ അങ്ങനെ അപ്പോൾ അവരിങ്ങനെ ഈ മൈനിലെ ഖനനം ചെയ്ത് they found gold. Okay, and their work was very hard. They found gold. This was the gold they found using the equipments. So finally what happened after a certain period of time, actually while they were digging, the gold suddenly disappeared. അതാണ്. അപ്പോൾ ആദ്യം അവർക്ക് കുറച്ച് മാത്രം ഗോൾഡ് കിട്ടി. They mobilized to this particular site. They brought equipment. അതിനുശേഷം അവർക്ക് കുറച്ച് ഗോൾഡ് കിട്ടി. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസത്തിൽ ഈ ഗോൾഡ് ഡിസപ്പിയർഡ് ആയി. അപ്പോൾ അതോടുകൂടി അപ്പോൾ അങ്ങനെയാണ് ഫ്രസ്ട്രേഷന് ഈ ഡാർബിക്കും അയാളുടെ അങ്കിളിനും ഫ്രസ്ട്രേറ്റ് ഹൗ ടു ടേക്ക് മോർ, ബിക്കോസ് ദേ ഹാവ് ഗോട്ട് ഓൺലി ദ സ്മോൾ തിങ്. ദേ ഹാവ് ഇൻവെസ്റ്റഡ് മണി. ഈ എക്യുപ്മെന്റ് ഒക്കെ വാങ്ങിച്ചത് പോലും അതിനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദേ ബോറോഡ് മണി ഫ്രം ദ relatives, then the neighbors, so they accumulate the money for buying the equipment itself. They invested the money, but there is no gold. One day disappeared. So what they did was they have sold this equipment to another very layman, and they have sold this whatever equipment they have purchased to another guy. He was a very, very low profile guy. So he collected the money and purchased all this equipment. And what he did was he consulted the engineer in the mine, because he does not know. He is a layman, he is a young man having no technical knowledge and all. So what he did was he did the right approach. He asked the engineer who was in the mine, what about the situation? Where is the gold? They invested money, and finally, they got some gold, and they're not able to go further. There is no gold. So he was appointed. Then the engineer has given him the right way. He has given many clues how we can get the gold. What this engineer said, looking at his drawings and his calculation, Darby and uncle has stopped the digging. So the gold was just near 3 feet. So avare nirthiyada avade vechana. If they were digging another 3 more feet, they could have collected this amount of the gold what he was collected by this the young man. അപ്പോൾ ഇവിടെയാണ് സ്റ്റോറി നമ്മുടെ തുടങ്ങുന്നത്. അപ്പോൾ ഇത്രയും എഫേർട്ട് എടുത്തു, ദേ ഇൻവെസ്റ്റഡ് മണി. അവരിതെല്ലാം ചെയ്തിട്ടും they were very frustrated, and one day they decided to drop it. This is the dissatisfaction. So this is the story of R.U. Darby, written by
Napoleon Hill in that the famous book. So the message what we are getting is so why we are stopping or dropping our efforts while we are on a mission to do something. So then finally the young man became very rich, billions and billions of gold he has mined, and legally he has sold out all the gold. Darby, what he did, he approached this guy and he asked, how did you find this? How did you find this gold? So he told the same story. You and your uncle were digging the mine, but he stopped it and you went away from that effort. So I have used my brain. I have consulted technical people. Okay. And then I found the gold. This is how, all the wealth is coming to the rich people. This is the message from, Napoleon Hill. So what Darby finally, what he did was, he was very frustrated and he has gone to work as a insurance salesman. Insurance salesman ഏറ്റവും വലിയ salesman-ആയി അവസാനം Darby by using the same principle, because selling insurance is a big task. But he keep on, use this principle, the 3 feet from gold, and he also became one of the richest people in the insurance, sales. So this is what, Napoleon Hills പറയുന്ന മുഴുവൻ ആ ബുക്കിനകത്ത് പറയുന്നത് മുഴുവൻ ഇതാണ്. We have to have a strong desire. He mentioning that we have to have a burning desire with a faith. നമുക്ക് രണ്ടും വേണം. ഒരു ആഗ്രഹം മനസ്സിൽ വേണം. കൂടാതെ you should also have a faith that it will happen, because you have to imagine that the dream will come true in one day. You should have a faith. So this is all about the story starts from this concept that don't drop off things on the middle, and you have to continue your effort until you hit the target. So this is the lesson from this. Let us check what is the other points, Napoleon Hill was mentioning in his book. The first thing we can see, look at the young man. Look at his inside. What he did is, it is a different perspective. What he did, the young man's choice was to seek expert advice, shows the value of seeking alternative perspectives and not relying solely on one's own limited understanding. നമുക്കൊക്കെയുള്ള പ്രശ്നം, നമുക്ക് പലപ്പോഴും നമ്മളൊന്നും കാര്യങ്ങളുടെ ഡീറ്റെയിൽസിലേക്ക് പോകാറില്ല. നമ്മൾ ഒരു ടെക്നിക്കൽ എക്സ്പെർട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് ഒപ്പീനിയൻ ഒന്നും ചിലപ്പോൾ പല കാര്യങ്ങളും നമ്മുടെ വിചാരിക്കും നമ്മുടെ ചിന്തയാണ് ഏറ്റവും വലുത്, അതിനപ്പുറത്ത് ഒരു ശരിയില്ലെന്നൊക്കെ നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സിനെ കുറിച്ചുള്ള ഒരു ഹിന്റാണ് ആക്ച്വലി ഇതിനകത്ത് വരുന്നത്. ഓക്കെ, വി ആർ നോട്ട് ടേക്കിംഗ് the second step. Whatever we know that is our, the map of the world എന്ന് പറയുന്ന മാതിരി. So this young man did something different from Darby. He has taken the engineering insight also. Okay, the mining engineer's analysis underscores the importance of technical knowledge. നമുക്കും പല കാര്യങ്ങളിലും ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. We have to know, not up to the engineering principles and all, but at least you should have a technical knowledge. If you do not know, try to learn it to expertise in overcoming challenges. അതാണ്. അപ്പൊ നമുക്ക് ചലഞ്ചസുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊരു അനാലിസിസ് നടത്തണം. അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ സൈഡിലും മറ്റെല്ലാ സൈഡുകളെ കുറിച്ചുള്ള ഒരു പഠനം അത്യാവശ്യമായിട്ട് വേണമെന്നാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കുന്നത്. പെർസിസ്റ്റൻസ് നമ്മുടെ സ്ഥിര ഉത്സാഹം എന്നൊക്കെ പറയല്ലേ. അപ്പൊ നമ്മൾ അങ്ങനെ ഉത്സാഹമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു ഫ്രൂട്ട്ഫുൾ റിസൾട്ട് ഉണ്ടാവും ഇന്നല്ലെങ്കിൽ നാളെ. അതാണ് 3 feet from gold എന്ന് പറയുന്ന നെപ്പോളിയൻ ഹിൽ പറയുന്ന ആ സ്റ്റോറിയിലെ മെയിൻ പോയിന്റ് അത് തന്നെയാണ്. The young man's discovery of gold just 3 feet away demonstrates that often success is just within reach, even when it seems distant. അപ്പോൾ അതാണ്. ഇപ്പൊ നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ വളരെ അടുത്തായിരിക്കും, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടാവില്ല. ഇഗ്നോറൻസ്, അജ്ഞതയാകാം, അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് വളരെ ദൂരെയാണ്, നമ്മൾ അതിനെക്കുറിച്ചുള്ള ഒരു പെർസ്പെക്റ്റീവ് അങ്ങനെയായിരിക്കാം. ഈ കാര്യം വളരെ എൻ്റെ കൈയെത്തുന്നതിലും ദൂരെയാണ്. സോ ഐ എം ജസ്റ്റ് ലിവിങ് ദാറ്റ് മാറ്റർ. അപ്പൊ ഇവിടെയാണ് ഈ പെർസിസ്റ്റൻസ്, നമ്മുടെ ഉത്സാഹം ഒരിക്കലും നിൽക്കരുത്.
So that will give you a reward in a day or two, or in the nearest time. Okay, so that is the insight what I have found out from this story. Now, the another point, which is this is very important. Don't give up when you are close to your goal. ശരിയല്ലേ? നമ്മുടെ ലക്ഷ്യത്തിന് അടുത്താവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യങ്ങളും ഉപേക്ഷിക്കാൻ പാടില്ല. അതാണ് വേറൊരു ഇതിനകത്തുനിന്നുള്ള ഒരു ഇൻസൈറ്റ്. സോ അതും പെർസിസ്റ്റൻസ് തന്നെ. പെർസിസ്റ്റൻസ് പേ ഓഫ്. സക്സസ് ഓഫൺ കംസ് ടു ദോസ് ഹു ആർ perceived through challenges and setbacks. നമുക്കറിയാം ഈ നമ്മളൊരു ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം ചലഞ്ചിങ് മാറ്റേഴ്സ് ആണ്. സെറ്റ്ബാക്സുകൾ ഉണ്ടാവും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിഞ്ഞു പറയും, കാര്യങ്ങളൊക്കെ ചിലന്ന് നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് many people give up things. Okay, many people give up just when they are on the brink of success. ആ സക്സസിന് അടുത്താകുമ്പോൾ തന്നെ തിരിഞ്ഞിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പെർസിസ്റ്റൻസ് വേണമെന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം അത് തന്നെയാണ്. Then the second thing, seek expert advice. നമ്മളത് കണ്ടു. ജംഗ്ബാൻ പോയിട്ട് മൈൻഡിലെ എഞ്ചിനീയറെ കണ്ട് സകല കാര്യങ്ങളും പഠിച്ചു. ഹി ഹാസ് സ്റ്റഡീഡ് ദി ടെക്നിക്കൽ തിങ്സ്, ഹൗ ഹി ക്യാൻ ഗെറ്റ് ദ ഗോൾഡ് ആണല്ലോ. അപ്പം അതിലും വാല്യൂ ആയിട്ടുള്ളതൊന്നും കിട്ടാനില്ല. സോ നമ്മൾ അതിനേക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കണം. നമ്മുടെ ഒരു ആവശ്യം ഗോൾഡിനേക്കാൾ വാല്യൂ ഉള്ളതാണെങ്കിൽ വി ഹാവ് ടു സീക്ക് എക്സ്പേർട്ട്. ഹൗ ദിസ് ഇപ്പം അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകുന്ന പോലെ തന്നെയുള്ളൂ. നമ്മൾ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കാറുണ്ട്. അതുപോലെ എല്ലാ കാര്യത്തിലും വി ഹാവ് ടു ഗെറ്റ് the correct path and correct advice. Sometimes seeking help from experts or those who with more experience can provide valuable insights. അതാണ് പോയിന്റ്. നമ്മൾ കാണുന്നത് നമ്മുടെ വളരെ ലിമിറ്റിംഗ് ആയിട്ടുള്ള നോളജിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ഒരു എക്സ്പേർട്ടിനെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് പല സൊല്യൂഷൻസ് കിട്ടും. വി ക്യാൻ ഗെറ്റ് സൊല്യൂഷൻസ് ദാറ്റ് മെ നോട്ട് സീ ഈവൻ അവർ ഓൺ. നമ്മൾക്കൊന്നും കാണാത്ത അല്ലെങ്കിൽ നമ്മളൊരു പക്ഷേ ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു അഡ്വൈസ് ആയിരിക്കും we are getting from experts to to meet our goal. Learn from failure. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ആ ബുക്കിൽ പറഞ്ഞ ഈ 500 പേരെ ഞാൻ പറഞ്ഞു, 500 പേരെ ഇന്റർവ്യൂ എടുത്തിട്ട് അവരുടെ കൂടെ സ്റ്റഡി ചെയ്തതിൽ ആ 500 പേരിൽ 95% ഓഫ് പീപ്പിൾ ഹാവ് ഫേസ്ഡ് ഫെയിലിയർ. അവർ പരാജയത്തിൽ നിന്ന് മാത്രമാണ് വിജയം കണ്ടത്. അപ്പോൾ അവരുടെ പരാജയം അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ ഞാൻ കാണിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിലും അതാണല്ലോ, നമ്മൾ എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമാണ് മനുഷ്യജന്മം എടുത്തെന്നാണ് പലരും കരുതുന്നത്. നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ, നമുക്ക് ആർക്കും തോൽക്കാൻ മനസ്സില്ല. അപ്പോൾ ഈ തോൽവിയുടെ കാര്യം പറയുമ്പോൾ അതിനപ്പുറത്ത് തോൽവിക്ക് ഒരു ജയം ഉണ്ടെന്നുള്ള കാര്യവും ആരും ഓർക്കാറില്ല. ഒരു പ്രാവശ്യം തോറ്റു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ദി എൻഡ് ഓഫ് ദ ലൈഫ്. ഇപ്പം നമ്മൾ കാണുന്ന പല കാര്യങ്ങളും എടുത്തുമില്ല. ഇപ്പം കുട്ടികളുടെ കാര്യം ഇപ്പോൾ സാബു സാറൊക്കെ എടുക്കുന്ന കാര്യം തന്നെ വളരെ ഒരു വലിയ വിലപ്പെട്ട കാര്യമാണ്. കുട്ടികളെ കുറച്ചുകൂടെ അവെയർ ആക്കുക. എന്തുകൊണ്ടാണ് പരീക്ഷയ്ക്കുള്ള പേടി, തോൽക്കുന്നുള്ള പേടി. സോ ഫെയിലിയർ ഇസ് നോട്ട് ആൻ എൻഡ്. മെനി പീപ്പിൾ, മെനി സക്സസ്ഫുൾ പീപ്പിൾ ഇൻ ദ യൂണിവേഴ്സ്, ദേ ലേൺഡ് ഫ്രം ദ ഫെയിലിയേഴ്സ്. അപ്പൊ അതാണ് പറയുന്നത്, എവരി ഫെയിലിയർ ക്യാരീസ് എ ലെസൺ. എല്ലാ തോൽവിയിലും ഒരു പാഠമുണ്ട്. പാഠങ്ങൾ ഉൾക്കൊണ്ടാൽ മാത്രം മതി നമുക്ക് വിജയം കാണാൻ പറ്റും എന്നുള്ളതൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ജോക്ക് ആക്ച്വലി. നമ്മൾ പലരും, എനിക്ക് തോന്നുന്നു പലരും അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. നമ്മൾ തോറ്റു കഴിഞ്ഞാൽ ഒരു മോശമാണോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ തോറ്റു, അതിനെക്കുറിച്ചുള്ള അനാലിസിസും പരാലിസിസും ഒക്കെ നടത്തി വീണ്ടും വി ആർ ഗെറ്റിംഗ് കൺഫ്യൂസ്ഡ്. സോ എവറി ഫെയിലിയർ ക്യാരീസ് എ ലെസൺ. ബൈ അനലൈസിങ് ആൻഡ് ലേണിംഗ് ഫ്രം ദാറ്റ് ഫെയിലിയേഴ്സ് വി ക്യാൻ ഇംപ്രൂവ് ആൻഡ് ഇവൻച്വലി അച്ചീവ് അവർ ഗോൾസ്. അതാണ് സിമ്പിൾ തിയറിയാണ്. നമ്മൾ ഒരു പ്രാവശ്യം തോറ്റു, where we went wrong, why we went wrong, നമ്മുടെ എന്താണ് പ്രശ്നങ്ങളെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ we are going to win. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. The last one, never give up too soon. നമ്മളൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ എല്ലാം നിർത്തിക്കളെ. അപ്പം നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും എക്സസൈസ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും നമ്മൾ ഉദ്ദേശിച്ച ഒരു ഫലം, ജിമ്മിൽ പോയിട്ട് നമ്മുടെ മസിൽ ബിൽഡ് ചെയ്യാനായിട്ട് 2 മാസം പോയി, ഇനിയൊന്നും നടക്കത്തില്ലെന്ന് പെട്ടെന്ന് എന്താണ് ജിമ്മിൽ പോകുന്ന നിർത്തുന്നുണ്ട്. സോ ദിസ് ഇസ് ദ ടെൻഡൻസി ഓഫ് പീപ്പിൾ ടു ഗിവ് അപ്പ് വെരി സൂൺ വിത്തൗട്ട് തിങ്കിങ് എ സെക്കൻഡ് ടൈം. ദ ഗ്രേറ്റസ്റ്റ് സക്സസ് ഓഫൺ കംസ് ജസ്റ്റ് ആഫ്റ്റർ അവർ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾസ്. അതാണ് അതിനകത്തെ മെയിൻ. നമ്മൾ എന്തോരം കഷ്ടപ്പാടുകൾ കഷ്ടപ്പെട്ട് ആ കാര്യത്തിൻ്റെ എല്ലാ കാര്യവും ചെയ്ത് കഴിഞ്ഞത് അപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും.
ഇത്രയും സ്ട്രഗിള് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വി ആർ ഗോയിങ് ടു വിൻ. ഇത് പലപ്പോഴും നമുക്കൊക്കെ മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദ സക്സസ് ഓഫൺ കം ജസ്റ്റ് after our greatest struggles. It is important to keep pushing forward even when going get tough times. നമ്മൾ ഈ പറയുന്നത് എപ്പോഴും മുന്നോട്ട് പോകാനുള്ള ഗോ അഹെഡ് എന്ന് പറയുന്ന ഒരു മെന്റാലിറ്റി വേണ്ടത് ഇതുകൊണ്ടാണ്. വി ഡോണ്ട് നോ ദി സക്സസ് മേ ബി ഇൻ ദ നിയർ ഫ്യൂച്ചർ. കയ്യെത്താവുന്ന ദൂരത്തിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ റിസൾട്ട് ചെയ്യുന്നത്. ബട്ട് വി ആർ ജസ്റ്റ് ഡ്രോപ്പിംഗ് അപ്പ് ദ തിങ്സ് ഓൺ ദ വേ. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു നമുക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് ഉണ്ടോ ഇതിന്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള ലെസൺസ് എന്താണെന്ന് വളരെ ഒന്നുകൂടെ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ദ സെൻട്രൽ മെസ്സേജ് ഈസ് അബൌട്ട് പവർ ഓഫ് പെർസിസ്റ്റൻസ്. നമുക്ക് നല്ല ഉത്സാഹം വേണം, അതിനൊരു പവർ ഉണ്ട് ആക്ച്വലി. ഉത്സാഹിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തായാലും റിസൾട്ട് കിട്ടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ നെപ്പോളിയൻ ഹിൽ ഓൾസോ എംഫസൈസ് ദാറ്റ് സക്സസ് ഓഫൺ കംസ് ടു ദോസ് ഹു കണ്ടിന്യൂ ദർ എഫേർട്സ്. അപ്പോൾ സക്സസ് വന്നിട്ടുള്ളത് എഫേർട്ട് കണ്ടിന്യൂ ചെയ്തവർക്ക് മാത്രമാണ്, ഡിസ്പൈറ്റ് സെറ്റ് ബാക്സ് ആൻഡ് ഫെയിലിയേഴ്സ്. അപ്പോൾ പരാജയം വന്നിട്ടുണ്ടാവും, സെറ്റ് ബാക്കുകൾ വന്നിട്ടുണ്ടാവും, പക്ഷേ എഫേർട്ടുകൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുള്ള ഒരു ഫോക്കസ്, ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കണ്ടിന്യൂ എഫേർട്ട് എടുത്തിട്ടുള്ളവർക്ക് മാത്രമേ വിജയം കിട്ടിയിട്ടുള്ളൂ. ദോസ് ആർ ഡ്രോപ്പ് ആൻഡ് ദോസ് ആർ ഫിയറിംഗ് അബൌട്ട് ദ ഫെയിലിയേഴ്സ്, ദേ കനോട്ട് അച്ചീവ് ദെയർ ഗോൾ, ദാറ്റ് ഇസ് ഫോർ ഷുവർ. ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കിക്കോളൂ, റിയൽ ലൈഫ് എക്സാമ്പിൾ. തോമസ് എഡിസൺ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. തോമസ് എഡിസൺ ഹു ഫേമസ്ലി സെഡ്, ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഞാൻ തോറ്റിട്ടില്ല. ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways that would work. 10,000 രീതികൾ എങ്ങനെ തോക്കുമെന്ന്, അതെങ്ങനെ വർക്ക് ചെയ്യുന്നില്ല എന്ന് ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഐ ഹാവ് നോട്ട് ഫെയിൽഡ്, ഐ ഹാവ് ജസ്റ്റ് ഫൗണ്ട് 10,000 ways that won't work. So that embodies this principle, persistence in there. Okay. Now, overcoming failure. വേറൊരു പ്രിൻസിപ്പിളാണ്. നമുക്ക് ഇതിനകത്തൊന്നും ഒരു ലെസൺ ഉണ്ട്. The story teaches that the 3 feet from gold story teaches that failure should be viewed as a temporary setback. It's only a temporary, not going to be forever. Okay. താൽക്കാലികമായിട്ടുണ്ടാകുന്ന സെറ്റ്ബാക്കുകളൊക്കെ ഉള്ളു. അതാണ് നമ്മൾ ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഇനിയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലൊക്കെ എത്തുന്നതുകൊണ്ടാണ്. ദാറ്റ്സ് ഓൺലി ടെമ്പററി. ഈ കാലഘട്ടവും മാറി പോകുമെന്നുള്ള ചിന്തയൊക്കെ എവിടെയാണ് വരുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സ്ഥായിയായിട്ടുള്ള ഒരു ഭാവത്തിലല്ല നമ്മളുടെ പല കാര്യങ്ങളും. പ്രപഞ്ചത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒന്നും സ്ഥിരമല്ല, എപ്പോഴും മാറ്റങ്ങളും അല്ലെങ്കിൽ കാലഘട്ടം തന്നെ തിരുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെയുള്ള എവറിത്തിങ് ഈസ് ടെമ്പററി, നോട്ട് എ ഡെഫിനിറ്റ് എൻഡ്. അതൊരു എൻഡും അല്ല ആക്ച്വലി. സോ ഇറ്റ് എൻകറേജസ് വ്യൂയിങ് ചലഞ്ചസ് ആസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് പഠിക്കാനുള്ള പാഠങ്ങൾ ഉൾക്കൊള്ളുക എന്നൊക്കെ പറയുന്നതും ഫെയിലിയർ എന്നാണ് ശരിക്കും പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിച്ച് അതിൻ്റെ റീസൺസ് ഒക്കെ പഠിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പുകൾ എടുത്താൽ തീർച്ചയായിട്ടും വി ക്യാൻ ഗെറ്റ് ഗോൾ ഫ്രം ദ മൈൻഡ്. സീക്കിംഗ് എക്സ്പേർട്ട് അഡ്വൈസ്, അത് നമ്മൾ ചെയ്യാത്ത കാര്യമാണ്. അത് നേരത്തെ പറഞ്ഞു. നമ്മുടെ ഡാർബിക്ക് കിട്ടാത്ത സ്വർണം ഒന്നും അറിയാൻ വയ്യാത്ത ഒരാൾ അയാളുടെ ബ്രെയിൻ ഉപയോഗിച്ച് അയാളുടെ ബ്രെയിൻ ഇല്ലാത്ത കാര്യം പോയി പഠിച്ച് തിരിച്ച് ഗോൾഡ് എടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദി സീക്കിങ്. നമ്മൾക്ക് അറിയാൻ വയ്യാത്ത കാര്യം ഏത് ചെറിയ കുട്ടികളോട് പോലും ചോദിച്ച് മനസ്സിലാക്കിയാൽ അതിനകത്തൊരു കാര്യമുണ്ട്. നമ്മുടെ ശരിക്കും പറഞ്ഞ ഈഗോ ആണ് ഇതൊന്നും സമ്മതിക്കാത്തത്. നമുക്ക് എല്ലാം അറിയാം, അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയിലൊക്കെ ഒരു കാര്യം അറിയില്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുറവാണെന്നാണ് നമുക്കൊക്കെയുള്ള ഒരു ഡ്രോബാക്സ് ഉണ്ട്. അതൊരു പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. അതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അറിയാൻ വയ്യാത്ത കാര്യം എന്തിനറിയുന്നു എന്ന് പറയുന്നു. അറിഞ്ഞതിന് ശേഷം ചെയ്ത് കഴിഞ്ഞിട്ട് വിൽ ഗെറ്റ് എ റിസൾട്ട്. സോ സെയിം തിങ്. സോ സീക്ക് പ്രോപ്പർ അഡ്വൈസ്. ഇത് എങ്ങനെ ഈ മോഡേൺ ആപ്ലിക്കേഷൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കിയാൽ, ഇൻ ടുഡേയ്സ് വേൾഡ് this might mean consulting with mentors. For example, we have ഇതുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഒരുപാട് മെന്റേഴ്സ് ഉണ്ട്. there are I mean lot of courses actually you can learn. There are different techniques you can learn. You can approach counselors. അപ്പോൾ whatever problems you are facing, you can just consult with the mentors, attending workshop. ഒരുപാട് ഇപ്പം ഈ വന്ന കാലഘട്ടത്തിൽ എല്ലാം വിരൽത്തുമ്പിലാണ്. എന്ത് കാര്യങ്ങളും സ്വന്തം വീട്ടിൽ നിന്ന് വേണമെങ്കിൽ പോലും പഠിക്കാം. നമ്മുടെ സ്വന്തം സമയത്ത് പഠിക്കാം. എങ്ങും പോയി പഠിക്കേണ്ട.
നമുക്കതിനുള്ള എല്ലാ ടൂൾസ് അവൈലബിൾ ആണ് ഇപ്പോൾ. സോ യു ഗെറ്റ് എഡ്യൂക്കേറ്റഡ് ബൈ യുവർ സെൽഫ്. അതാണ് ഇതിനകത്തുനിന്ന് ഉള്ളൊരു മെസ്സേജ്. ഓർ യൂസിങ് റിസോഴ്സസ് ലൈക്ക് ബുക്സ്, റീഡ് ബുക്സ്, ഓൺലൈൻ കോഴ്സസ് ആൻഡ് ഗെയിൻ ഇൻസൈറ്റ്സ്. ദിസ് ആർ ഓൾ പോസിബിൾ നൗഡേയ്സ്. നമ്മളൊക്കെ ചെയ്യുന്നത് ഇതാണല്ലോ. അപ്പോൾ ഈ കോവിഡ് എന്നൊക്കെ വന്ന മഹാമാരിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം താങ്ക് യു പറയേണ്ടതിൻ്റെ വളരെ എപ്പോഴും പറയുന്ന കാര്യമാണ്. എങ്കിലും ഒരിക്കൽ കൂടി പറയുന്നു, ഒരുപക്ഷെ അതാണ് നമ്മളെ പാഠം പഠിപ്പിച്ചത്. എന്തെല്ലാം കാര്യങ്ങൾ പോസിബിൾ ആണെന്ന്, ഇമ്പോസിബിൾ ആയിരുന്നു പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം പോസിബിൾ ആക്കി കോവിഡ് വന്നതോടുകൂടി. ഫോർ എക്സാമ്പിൾ, എൻ്റെ ജോലി തന്നെ ഞാൻ വേറൊരു രാജ്യത്ത് ജോലി ചെയ്യുന്നതാണ്. സോ ഐ എം ഡൂയിങ് മൈ ജോബ് ഫ്രം മൈ ഹോം. ഐ എം വെരി കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വന്ന കാലഘട്ടത്തിൽ ഈ സാധ്യതകൾക്കൊക്കെ വളരെയേറെ സാധ്യതകളുണ്ട്, ഓപ്പർച്യൂണിറ്റിക്ക് സാധ്യതകളുണ്ട്. ഒരുപക്ഷെ നമ്മൾക്ക് നമ്മൾ ലക്കില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. ഈ ലക്ക് ഉണ്ടാക്കുന്നതും നമ്മൾ തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള അങ്ങനെയുള്ളൊരു തോട്ട് പ്രോസസ്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ലക്ക് വരാത്തതെന്ന് പോലുമാണ് നെപ്പോളിയൻ ഹിൽസിനെ പോലുള്ളവർ പറയും. യു ഹാവ് ടു ഹാവ് എ സ്ട്രോങ് ഡിസയർ, യു ഹാവ് ടു ഹാവ് എ ബിഗ് ഡ്രീം. അപ്പോൾ ഈ നെപ്പോളിയൻ ഹിൽസിൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് വായിക്കാത്തവർ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ബുക്ക് വായിച്ചിരിക്കണം. ഇറ്റ്സ് ഫുൾ ഓഫ്, എന്താണ് അത്, ഒരു നോവൽ വായിക്കുന്ന തരത്തിലല്ല ശരിക്കും വായിക്കേണ്ടത്. ഒരു പേജ് ഒരു ദിവസം വായിക്കണമെന്നാണ് എനിക്ക് തോന്നിയത്. യു ഹാവ് ടു സ്റ്റഡി, യു ഹാവ് ടു മേക്ക് യുവർ ഓൺ നോട്ട്സ്. ഒരു പക്ഷേ നമ്മൾ വായിക്കുന്നതെല്ലാം മെമ്മറി നിൽക്കണമെന്നില്ല. സോ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്ക് എനിക്ക് ഇൻസ്പിറേഷനായി. അതുകൊണ്ടാണ് അതിൽ നിന്ന് കിട്ടിയ ചെറിയ ഒരു ടോപ്പിക് പോലും എന്നെ ഫാസിനേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് മണി, ഇറ്റ് ഈസ് ചേഞ്ചിങ് യുവർ എഫേർട്സ്, ചേഞ്ചിങ് യുവർ തിങ്കിങ് പ്രോസസ്. അതിനകത്ത് വളരെ ഈ നെപ്പോളിയൻ ഹിലിൻ്റെ മകൻ ജനിച്ചത് പോലും ചെവിയില്ലാതാണ് ആ മകൻ ജനിച്ചത്. അദ്ദേഹം വേറൊരു ഒരാളെ കൊണ്ട് ട്രീറ്റ് പോലും ചെയ്തിട്ടില്ല. അവസാനം ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയ ബിലീഫാണ്. അപ്പോൾ നെപ്പോളിയൻ ഹിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡുണ്ട് ശരിക്കും പറഞ്ഞത്, ദ ബേണിംഗ് ഡിസയർ വിത്ത് ഫെയ്ത്ത്. നമുക്ക് അത്രമാത്രം അടങ്ങാത്ത ആഗ്രഹവുമായിട്ട് വേണം ജീവിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിനെക്കുറിച്ചും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകന് അങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ടായിട്ട് പോലും ഹി ഹിംസെൽഫ് ട്രെയിൻഡ് ഹിം. ഫൈനലി ഹി വാസ് എ വെരി ബിഗ് സക്സസ്ഫുൾ ബിസിനസ് മാൻ, അദ്ദേഹത്തിൻ്റെ മകൻ പോലും. അപ്പോൾ ഇതിനകത്തുള്ള ഇൻസ്പിറേഷൻ മുഴുവൻ അതാണ്. സക്സസ്ഫുൾ ആൾക്കാരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എടുക്കാം, പലരും നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെ എടുക്കാം. ചിലർ മാത്രം എന്തുകൊണ്ട് സക്സസ്ഫുൾ ആവുന്നു. സോ ദിസ് ഈസ് എ സയൻസ് ബിഹൈൻഡ് ദം. ദേ ഹാവ് എ വെരി ബിഗ്, ദേ ഹാവ് എ സ്ട്രോങ് ഡിസയർ. നമ്മൾക്കില്ലാത്തത് അവർക്കുണ്ട്. അവർക്കത് കിട്ടിയെങ്കിലേ അടങ്ങൂ. ദേ ഹാവ് ടു ഡു ദാറ്റ് അണ്ടിൽ ദേ സക്സീഡ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിനെ കുറിച്ച് റെഫറൻസ് പറയുന്നുണ്ട്. സോ ദാറ്റ്സ് എ ബുക്ക് വി ഷുഡ് ഓൾ റീഡ് ഇൻ ദ പ്രസന്റ് ടൈം. തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അത് നമ്മളെ എല്ലാ തരത്തിലും നമ്മളെ ഗ്രോ ചെയ്യിക്കും. സോ ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ബേസ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് മേക്കിംഗ് മണി. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. സോ ഐ റെക്കമെൻഡ് ടു റീഡ് ദിസ്. യു ക്യാൻ ഗെറ്റ് സിമിലർ പോയിന്റ്സ് ഫ്രം ദാറ്റ് ബുക്ക്. നമുക്കിനി സക്സസ് സ്റ്റോറീസിന്, ഈ പ്രിസർവൻസ് ഉള്ളതുകൊണ്ട് സക്സസ് സ്റ്റോറിയിലെ കുറച്ച് എക്സാമ്പിൾ എനിക്ക് കിട്ടി. നമ്പർ 1, the Wright brothers and their invention of the airplane. They founded the airplane. Okay, they didn't drop the idea. They also faced many failures on their way to invent the airplane. Number 2, Thomas Edison. That is the number 1 example actually. And his many failed attempts before he invented the light bulb. He does not know finally how he invented this. Another example. Okay, these are the success stories. Walt Disney's numerous failures before building Disneyland. Disneyland ഉണ്ടാക്കിയ സമയത്ത് എത്ര പ്രാവശ്യം റീകൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് even starting the construction itself. Finally we have the Disneyland. Let us also look at some of the modern applications, because എല്ലാവരും ഇപ്പോൾ ഈ ബിസിനസ്സിനൊക്കെ ഒരുപാട് പെർസ്പെക്റ്റീവ് ഉള്ള സമയമാണ്. സോ മെനി സക്സസ്ഫുൾ എന്റർപ്രണേഴ്സ് ഫേസ്ഡ് സിഗ്നിഫിക്കൻറ്റ് ചലഞ്ചസ് ബിഫോർ അച്ചീവിങ് സക്സസ്. അല്ലേ, എല്ലാവർക്കും ചലഞ്ചുകളാണ്. സക്സസ് നമ്മൾ കാണുന്നവർ ഈ പറഞ്ഞ ചലഞ്ചിൽ കൂടി മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന
അവരുടെ ആ ലോകം കെട്ടിപ്പടുത്തത്. ഇറ്റ് ഇസ് നോട്ട് ത്രൂ 1 day or 2. ഓക്കെ, they face challenges, they face the failures. ബിസിനസ്സുകാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രാവശ്യം ബിസിനസ്, ഐ എം നോട്ട് എ ബിസിനസ് മാൻ ആക്ച്വലി, ബട്ട് ആസ് വി ഒബ്സർവ്, businessmen always have the, they never stop. They reinvent things always. Personal development. Let us look at the personal development. Individuals who persist in their personal goals, whether it is learning a new skill, നമുക്ക് ചെറിയൊരു സ്കില്ല് പോലും പഠിക്കാനാണെങ്കിൽ, achieving fitness milestones or completing a long-term project, or often find that the persistence pay off. നമുക്ക് ഈ ഉത്സാഹം നിൽക്കുന്ന സമയത്താണ് പലതും നമുക്ക് സാധിക്കാതെ വരുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് തുടക്കത്തിൽ ആരംഭശൂരത്വം എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ തുടങ്ങുമ്പോൾ വലിയ ആവശ്യത്തോടായിരിക്കും പല കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് ടൈം, ബിക്കോസ് ഓഫ് ദിസ് ചലഞ്ചസ്, ഈ നമ്മുടെ ഓൺ ദ വേ ഫോർവേഡ് വി വിൽ എൻകൗണ്ടർ മെനി തിങ്സ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ധൈര്യം ചോർത്തുവോ അല്ലെങ്കിൽ നമ്മളെ അതിൽ നിന്നൊക്കെ പിന്തിരിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് വേണ്ടത് ആ ഉത്സാഹം കൈവിടാൻ പാടില്ല. അതാണ് ശരിക്കും again a lesson from 3 feet from gold. ഉദാഹരണം നമുക്കറിയാം. Let us look at this, ഹാരി പോട്ടർ ജെ.കെ. റൗളിംഗ് എഴുതിയപ്പോൾ എത്ര പബ്ലിഷേഴ്സിനെ അവർ അപ്രോച്ച് ചെയ്തു. All was rejected by all the publishers. Finally, so she did it. എല്ലാവർക്കും അറിയാം KFC. Okay, so faced many rejection. He invented the recipe and kept it for more than 10 years. Nobody was willing to take the recipe and nobody was willing to try at least. So that's the Colonel Sanders history of, establishing the famous KFC. So these are all the case studies which will tell us that nothing is impossible. Everything is possible. That's the message. Now, there are some tips which we can adopt in how to avoid quitting too soon. നമ്മൾ ചില ടിപ്സുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അറ്റംപ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് പല കാര്യങ്ങളും വി ആർ ഡിസൈഡിങ് ടു സ്റ്റോപ്പ് ഇറ്റ് വെരി ക്വിക്ക്ലി. നമ്പർ 1, സെറ്റ് എ ക്ലിയർ ഗോൾസ് ആൻഡ് ഡെവലപ്പ് എ പ്ലാൻ ടു അച്ചീവ്. ഇത് പലപ്പോഴും നമ്മൾ ഈ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ചൊക്കെ ഓൺലൈൻ ക്ലാസ്സുകളിലോ അങ്ങനെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ലെസൺസ് ഒക്കെ പഠിക്കാൻ പോകുമ്പോഴും മാത്രമേ ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ഹാവ് ക്ലിയർലി മെൻഷൻ. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് there are many tools which will give you a clear, identification, clear, how to set your goals. There are many vision board ഉണ്ട്, അങ്ങനെയുള്ള പല ടെക്നിക്കുകളും ഉണ്ട്. Number 2, break down large goals into smaller, which is more manageable steps. അതുകൊണ്ട് വലിയ പാറക്കർഷങ്ങൾ അടിച്ച് ചെറിയ പാറക്കർഷങ്ങളാക്കുന്ന മാതിരി നമ്മൾ പലപ്പോഴും അത് ചെയ്യാറില്ല. നമുക്കെല്ലാം വലിയ ടാസ്കുകളായിട്ടാണ് തോന്നുന്നത്. നമ്മൾ അങ്ങനെ തോന്നുന്ന വലിയ ടാസ്കുകൾ ഈ ബ്രേക്ക് ഡൗൺ ഇൻ ടു സ്മോൾ ഗോൾസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ അച്ചീവബിൾ ബൈ സ്റ്റെപ്പ്. The bigger your goals, you have to break down into smaller steps. Number 3, learn from setbacks and use them as opportunities for growth. നേരത്തെ പറഞ്ഞു, നമുക്കുണ്ടായിട്ടുള്ള എല്ലാ പരാജയങ്ങളിൽ നിന്നും എല്ലാ നമ്മൾ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മൾ അതിനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റീസ് അതിനകത്ത് ഉണ്ടെന്നുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി നീണ്ടെങ്കിൽ തീർച്ചയായിട്ടും there will be a scope of growth. Surround yourself with supportive people who believe in you. അതാണ് നമുക്ക് വേണ്ട വേറൊരു കാര്യം. പലപ്പോഴും നമ്മളുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ പല കാര്യത്തിൽ നമ്മൾ ഈവൻ ജോലിയിലൊക്കെ ആണെങ്കിൽ യു ഹാവ് ടു ഹാവ് എ നമ്പർ ഓഫ് പീപ്പിൾ ഹു ക്യാൻ സപ്പോർട്ട് യു. ഓക്കെ, ആൻഡ് നമുക്കും വിശ്വാസം വേണം, നമ്മളും ഉള്ളവരാണ്. സോ യു ഹാവ് ടു ഗെറ്റ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് പീപ്പിൾ, യു ഹാവ് ടു മേക്ക് ഇന്ററാക്ഷൻസ് വിത്ത് പീപ്പിൾ ഹു ട്രസ്റ്റ് അസ് ഇൻ ബോത്ത് വേസ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓൺ ദ വേയിലുള്ള ക്വിറ്റിങ്, നമ്മൾ ഉപേക്ഷിക്കൽ എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ കുറച്ച് കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി ക്യാൻ അവോയ്ഡ് ക്വിറ്റിംഗ് ഫ്രം ടു സൂൺ. നെവർ ഗിവ് അപ്പ്. ഇതാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും അവസാനം എല്ലാം ചെയ്യും. ആ ചെയ്യുന്നതിന് ചില ചില്ലറ നമുക്ക് ബെനിഫിറ്റുകളും കിട്ടും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഗോള് കിട്ടാതെ വരുമ്പോൾ നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതാണ് പലപ്പോഴും നമുക്ക്
നമ്മൾ ഉദ്ദേശിക്കുന്ന ഗോൾ അച്ചീവ് ചെയ്യാത്തുള്ള മെയിൻ കാര്യം അതാണ്. സോ ഡോണ്ട് ഗിവ് അപ്പ്. So let us see some of the things how we can adopt from 3 feet mindset. ഇതൊരു മൈൻഡ് സെറ്റ് ആണ് ആക്ച്വലി. ഇതൊരു ചെറിയ കഥയാണ്, നമ്മളത് കേട്ടെങ്കിലും. ഗോൾ കുഴിക്കാനൊക്കെ പോയി അമ്മാവനും മരുമകനും കൂടെ ഒക്കെ പോയിട്ട് ഗോളിൽ കിട്ടിയില്ല, അവസാനം കിട്ടാതായപ്പോൾ നിരാശപ്പെട്ടു, വേറൊരാൾ വന്നു, അയാൾ അതിൻ്റെ പണികൾ, ഇതെല്ലാം നമ്മൾ കണ്ടെങ്കിലും അപ്പം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആ രണ്ടാമത് വന്ന ആളുടെ ഉണ്ടായിരുന്നുകൊണ്ടാണ് he got the goal. അപ്പോൾ അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേണം. എഗെയിൻ പെർസിസ്റ്റൻസ് ഇസ് എ കീ വേർഡ് ഫോർ നെപ്പോളിയൻ ഹിൽ. പുള്ളിയുടെ അദ്ദേഹം എഴുതിയിട്ടുള്ള ഈ ബുക്കിനകത്ത് ദിസ് വേർഡ് ഈസ് കമ്മിങ് മേ ബി ഇൻ എവറി 3 pages. Persistence and resilience, these are the word, and the burning desire, there are everywhere. This is written in capital, alphabets. Persistence, okay, that we have to adopt in our daily life. നമുക്ക് എല്ലാ ദിവസവും വേണം. ഇപ്പൊ ഇന്ന് മാത്രം നമ്മൾ ഉത്സാഹം വെച്ചു, നാളെ ആ ഉത്സാഹം തീർന്നു, അല്ലെങ്കിൽ ഉത്സാഹത്തിന്റെ ആ തോത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ that will create a problem. That is why we have to have the persistence in daily life, which will encourage developing habits that will become a habit that foster persistence, such as setting small achievable goals. നേരത്തെ പറഞ്ഞു celebrating minor victories. അപ്പോൾ ചിലപ്പോഴും നമ്മളുടെ ഒരു ചെറിയ വിജയം പോലും നമ്മളൊന്നും പലപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആഘോഷിക്കാറില്ല. അതിനകത്ത് എന്തിരിക്കുന്നു. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ തന്നെ, വീട്ടിലുള്ള കുട്ടികളൊക്കെ തന്നെ അവർ ചെയ്ത ഒരു ചെറിയ കാര്യം വന്ന് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈവൻ നമ്മളത് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാറില്ല. നമുക്ക് അതൊരു ആഘോഷമാക്കി മാറ്റാനായിട്ട് പറ്റാറില്ല. നമ്മുടെ തന്നെ ചെറിയ ഡ്രൈവിംഗ് ലൈസൻസ് ഫോർ എക്സാമ്പിൾ എടുത്തോളൂ. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് വലിയ കാര്യമാണ് സത്യത്തിൽ. എന്തെല്ലാം കാര്യങ്ങളും നോക്കണം. അപ്പൊ അതൊക്കെ നമ്മൾ പോലും വി ഹാവ് ടു സെലിബ്രേറ്റ് മൈനർ സ്മോൾ തിങ്സ് ആൻഡ് മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടി നമ്മളുടെ ഉണ്ടായ ചെറിയ കാര്യങ്ങളെ പോലും നമ്മൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ഇഫ് വി ക്യാൻ സെലിബ്രേറ്റ് ഇറ്റ്, ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ചെറിയ കാര്യങ്ങൾ പോലും. അടുത്തത് റെസിലിയൻസ് ബിൽഡിംഗ് ടെക്നിക്സ് ലൈക്ക് മൈൻഡ്ഫുൾനെസ്. അഗെയിൻ വി ആർ കമ്മിങ് ടു ദ റിയൽ പോയിന്റ്. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിങ് എന്ന് പറയുന്നത് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. നമ്മളത് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുന്നതാണ്. പോസിറ്റീവ് വിഷ്വലൈസേഷൻ, പല കാര്യങ്ങളും നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നുള്ള അഫർമേഷൻസ് ഒക്കെ കൊടുത്ത് വിഷ്വലൈസ് ചെയ്യുന്ന പല കാര്യങ്ങളും പലരും നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അവെയറാകാം, അതിനെക്കുറിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ആൻഡ് സറൗണ്ടിങ് വൺസെൽഫ് വിത്ത് എ സപ്പോർട്ടീവ് പീപ്പിൾ ക്യാൻ ഓൾസോ ബിൽഡ് റെസിലിയൻസ്. അപ്പം നമുക്ക് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷ്വലൈസേഷനും അല്ലെങ്കിൽ അഫർമേഷൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരുള്ള ഇൻട്രാക്ഷൻ തന്നെ ഈ ക്യാൻ come back to whatever you have lost in life. Growth mindsets. Embrace a mindset where challenges are seen as opportunities. എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. We have to embrace the opportunities. Make them into, whatever the challenges were there in the life, make them as the opportunities for growth rather than insurmountable obstacles. നമുക്ക് തടസ്സങ്ങളെ കുറിച്ച് മാത്രം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചലഞ്ചസുകളെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റി അതൊരു മൈൻഡ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അച്ചീവ് അവർ ഗോൾസ്. സാബു സാർ, ഞാൻ പുറത്താണ്. ഇപ്പൊ നേരത്തെ കമന്റ്സ് പറഞ്ഞേക്കെ. ഒരു സെക്കൻഡ്, മനോജ് സാർ കംപ്ലീറ്റ് ആയോ? മനോജ് സാർ നിർത്തി സാറേ. സ്റ്റോപ്പായി സാറേ, ഇപ്പൊ ഇല്ലല്ലോ, ഷെയറിംഗ് ഇല്ല, ഷെയറിംഗ് സ്റ്റോപ്പായി. കേൾക്കുന്നുണ്ടല്ലോ, ഓക്കെ. സോ താങ്ക് യു സാർ, താങ്ക് യു, വളരെ മനോഹരം. പ്രത്യേകിച്ച് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറഞ്ഞ ആ ഒരു ബുക്കിന്റെ ആദ്യത്തെ ചാപ്റ്ററിലുള്ള മനോഹരമായ ഒരു കഥയിലൂടെ ആ പുസ്തകത്തിന്റെ ആ ത്രെഡ് മുഴുവൻ സാർ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. പ്രത്യേകിച്ച് ആ പുസ്തകം അല്ലെങ്കിൽ ഈ കഥ തന്നെ നമുക്ക് കമ്മിറ്റ്മെന്റ്, പ്രതിബദ്ധതയുടെയും അതുപോലെ തന്നെ ഡിസയർ, ആഗ്രഹത്തിൻ്റെയും ഒക്കെ തലത്തിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന
ഒരു മനോഹരമായ ഒരു കഥയാണ്. കഥയിൽ തന്നെ തീർച്ചയായിട്ടും നമുക്കറിയാം 3 feet from gold എന്ന് പറയുമ്പോൾ ഒരു വലിയ ലോസ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഗെയിൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു ഇമാജിനേഷൻ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. ഈ ബുക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സാർ പറഞ്ഞതുപോലെ ഒരു ഫെയ്ത്തിൻ്റെ ഒരു പാർട്ട് അവിടെ വളരെ വ്യക്തമായിട്ടുണ്ട്. അതുപോലെ തന്നെ ശക്തിയുള്ള ഒരു ഡിസയർ, ഒരു ആഗ്രഹം, ബേണിംഗ് ഡിസയർ എന്ന് പറഞ്ഞ തലത്തിലുള്ള ഒരു ഇൻറ്റൻഷൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പാർട്ടുണ്ട് അവിടെ. ഫെയിലായി എന്ന് നമുക്ക് ഈ കഥയിൽ അറിയാം. അതുപോലെ പെർസിസ്റ്റൻസ്, തീർച്ചയായിട്ടും ശക്തമായ ഏത് പ്രയാസകരമായ സാഹചര്യത്തിലും വിട്ടുകൊടുക്കാതെ പുറകോട്ട് മടങ്ങാതെ മുന്നോട്ട് ജയിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ്റെ സാധ്യതകൾ അവിടെ നിൽക്കുന്നുണ്ട്. കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കെല്ലാം അറിവില്ല, അറിവിനെ അറിയുന്നവരിൽ നിന്ന് കളക്ട് ചെയ്ത് ഒരു മെൻറ്ററിംഗ് എന്നൊക്കെ സാർ പറഞ്ഞതുപോലെ. അതുപോലെ ശക്തമായൊരു ഇമാജിനേഷൻ, പിന്നെ കുറച്ച് പ്രായോഗിക ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കുറേ ഓട്ടോ സജഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ മനോഹരമായ ജീവിതത്തെ കരുപിടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ ബുക്ക് അല്ലേ, ഒരു സൂപ്പർ കോൺസെപ്റ്റാണ് ഈ ബുക്കിലൂടെ തീർച്ചയായിട്ടും എക്സ്പ്രസ് ചെയ്തെന്ന് മനോജ് സാറിലൂടെ നമുക്ക് കിട്ടി. തീർച്ചയായിട്ടും ബുക്ക് എല്ലാവരും വായിക്കുക. തീർച്ചയായിട്ടും ബുക്ക് വായിച്ച് കാണും, എനിക്കറിയാം. കാരണം അത്രമാത്രം പോപ്പുലർ ആയിട്ടുള്ള ബുക്കാണ്. മോട്ടിവേഷൻ്റെ തലത്തിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും മനോഹരമായ രീതിയിലുള്ള കുറേ വണ്ടർഫുൾ ഫോർമുലാസ് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഓരോ അധ്യായത്തിലും അത്ര മനോഹരമായ ഫോർമുലാസ്. സോ താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, വണ്ടർഫുൾ. സോ മോഹൻദാസ് സാർ പറഞ്ഞോളൂ. ഞാൻ ഒരു യാത്രക്കിടയിലാണ് ഇത് കയറിയത്. മനോജ് സാറിന്റെ ക്ലാസ് വളരെ എന്താ പറയുക, ഇൻസ്പയറിംഗ് ആയിരുന്നു. ഇങ്ങനെ മനസ്സിന് തളർന്നു പോകുന്ന ഒരു അവസരത്തിൽ അവിടെ നിന്നും വീണ്ടും ഒന്ന് പിടിച്ചുയരാനുള്ള ഒരു പ്രചോദനം സാറിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സാർ എപ്പോഴും വളരെ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഇൻജക്ട് ചെയ്യുന്ന രീതിക്കാണ് കാര്യങ്ങളെ പ്രസന്റ് ചെയ്ത് പോകുന്നത്. അറിയില്ല സാർ, നമ്മൾ ഇങ്ങോട്ട് ഈ പറഞ്ഞാൽ അവസാനിക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ, വളരെ പതുക്കെ കുന്നിന്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത് പോലെ നമ്മുടെ ആ സക്സസ് സ്റ്റോറിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക കഴിവാണ് സാറിനത്. ഇതിലല്ല, എല്ലാ കാര്യങ്ങളിലും എങ്ങനെയാണ് സാർ വളരെയധികം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലൈഡ്സും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. താങ്ക് യു സാർ എ ലോട്ട്. ഓക്കെ, നമ്മളിപ്പോൾ പുതിയതായിട്ട് പറയുന്ന പോലെ ഫിനിക്സ് പക്ഷിയെ പോലെ വേർതിരിഞ്ഞേക്കാൻ ഇത് അത്യാവശ്യം. ഓക്കെ, ദെൻ ഇനി ആരാ പറയുന്നത്? റോയ് സാർ ഉണ്ടോ? അനിൽകുമാർ സാർ? യെസ്, ഷാജി മാത്യു സാറിന് ഒന്ന് കൊടുക്കാം. ഷാജി മാത്യു സാർ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്, പറയും. മനോജ് കുമാർ സാറിന്റെ പ്രസന്റേഷൻ വളരെ നല്ല സൂപ്പറായിരുന്നു. എനിക്ക് തോന്നിയത് നോർമൻ വിൻസെന്റ് പീലിന്റെ ദ പവർ ഓഫ് പോസിറ്റീവ് തിങ്കിങ് എന്നുള്ള ബുക്കിന്റെ വേറൊരു ആവിഷ്കാരം പോലെ മനോജ് സാറിൻ്റെ ഇന്നത്തെ പ്രസന്റേഷൻ എനിക്ക് തോന്നിയത്. ഈ പറഞ്ഞ പോലെ നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ശുഭക്തി വിശ്വാസം കുറയുമ്പോൾ നമ്മളെ വീണ്ടും ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോണിക്ക് പോലെ മനോജ് കുമാർ സാറിൻ്റെ പ്രസന്റേഷൻ ഇന്ന് അനുഭവപ്പെട്ടത്. നല്ല ഇല്ലസ്ട്രേറ്റീവായിട്ടുള്ള സ്ലൈഡ്സൊക്കെ വഴി പ്രസൻറ്റ് ചെയ്തു. പലപ്പോഴും ചിലരെങ്കിലുമൊക്കെ ഇതൊന്നും തിരിച്ചറിയുന്നില്ല എന്നൊരു ദുഃഖം എനിക്ക് ഉണ്ട്. നമ്മുടെ ന്യൂ ജനറേഷനിലെ കുറച്ച് പേര് ഇപ്പം പേഴ്സണലായിട്ട് ഇപ്പം എനിക്ക് ചിലരെ പറ്റി അങ്ങനെ തോന്നുന്നുണ്ട്. എന്തായാലും ഒരു മനുഷ്യന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മുമ്പോട്ട് പോകാനുള്ള എന്തെല്ലാം സാധ്യതകളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ പെർസിസ്റ്റൻസും ഓപ്പർച്യൂണിറ്റീസ്, ഉള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉപയോഗിച്ച് മുമ്പോട്ട് പോകുമ്പോൾ കുഴപ്പമില്ലാതെ ഒരു ഔട്ട്ലെറ്റ് കണ്ടുപിടിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന അവസ്ഥ പലർക്കും ഉണ്ട്. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടുന്നൊക്കെ എല്ലാവരും മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ പോവുകയാണ്. പക്ഷേ എത്രത്തോളം അത് എത്ര കാലം തുടരും എന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻസ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞ പോലെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ. പക്ഷേ എന്നാലും അത് പല ഓപ്ഷൻസ് ഉണ്ട്. എനിവേ, ഈ വളരെ നെപ്പോളിയൻ്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, വാട്ട് എവർ ദ മൈൻഡ് ഓഫ് എ മാൻ ക്യാൻ കൺസീവ് ആൻഡ് ബിലീവ് ഇറ്റ് ക്യാൻ അച്ചീവ്. അപ്പോൾ ഒപ്പം എനിക്ക് കൂടെ ചിന്തിക്കുന്ന ഒരു ചിന്ത ഇതാണ്: ഡെസ്റ്റിനി, വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഡെസ്റ്റിനി ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ചാൻസ്, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ചോയ്സ്. ഇറ്റ് ഈസ് നോട്ട് സംതിങ് ടു ബി വെയിറ്റഡ് ഫോർ, ഇറ്റ് ഈസ് സംതിങ് ടു ബി അച്ചീവ്ഡ് എന്നുള്ള ആ ചിന്തയും ഈ പറഞ്ഞ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ ചിന്തയോട് ചേർന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഉള്ള ഡെസ്റ്റിനി ചാൻസിന് വിട്ടുകൊടുക്കേണ്ടതല്ല, അത് നമ്മൾ തന്നെ നേടിയെടുക്കേണ്ടതാണെന്നുള്ള ചിന്ത ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ,
wonderful presentation. Thank you, Manoj Kumar sir, also Sabu sir, for creating this wonderful opportunity. മെന്റർമാരുടെ ഒരു റോളിനെ കുറിച്ച് ഇപ്പം എൻ്റെ അകത്ത് പറഞ്ഞു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു വീട് പണിത കാലത്ത് ഒന്ന് ഷെയർ ചെയ്തോട്ടെ സാബു സാറേ. വീട് പണിത കാലത്ത് ഈ തട്ടായിട്ടായിരുന്നു ഭൂമി. അപ്പം ഒരു സ്ഥലത്തു നിന്ന് മണ്ണെടുത്തിട്ട് JCB കൊണ്ട് അന്നത്തെ കാലത്ത് 20 കൊല്ലം മുമ്പ് മണ്ണെടുത്തിട്ട് അങ്ങ് പണിത് ഇങ്ങനെ ഭൂമി ലെവലായിട്ട് വീട് പണിയാൻ വേണ്ടിയുള്ള തട്ടുണ്ടാക്കിയപ്പം ഒരു കയ്യാൽ വെച്ചത് മണ്ണിൻ്റെ പുറത്തായിപ്പോയി. 20 കൊല്ലം മുമ്പാണ്. അപ്പോൾ അടുത്ത കാലത്ത് അതിൻ്റെ അടിയിൽ ഒരു ഇച്ചിരി ഫൗണ്ടേഷൻ വർക്ക് വേറെ വന്നപ്പോഴത്തേക്ക് അത് ഇച്ചിരി ഒരു മൊത്തം പൊളിയാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞു അവിടെ ഇച്ചിരി അവിടെ ഒന്ന് ഫോർട്ടിഫൈ ചെയ്യണം, ഒന്ന് ശക്തിപ്പെടുത്തണം. അപ്പോൾ അത് തുടങ്ങിയപ്പം അപ്പോൾ ഇപ്പം എനിക്ക് കൂടുതൽ സമയമുള്ളപ്പോൾ അതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നല്ല വർക്ക് വന്നു. 2 ലക്ഷം രൂപയുടെ പണി ഇപ്പം വരും അത്. അപ്പം ഈ പറഞ്ഞ പോലെ ഒരു സഹോദരൻ അടുത്തുണ്ട്, പുള്ളിക്കാരനൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. എന്നാൽ അനുജൻ ഒരു ഹോമിയോ ഡോക്ടറുണ്ട്, പുള്ളിക്കാരന് തറവാട്ടിൽ നിൽക്കുന്നതാണ്. പുള്ളി അപ്പോൾ ഇടയ്ക്ക് എല്ലാ ദിവസവും വന്ന് 1-2 തവണ വന്ന് എന്തെങ്കിലും ഗൈഡ് ലൈൻ ഒക്കെ പറഞ്ഞിട്ട് പോകും. അത് വളരെ ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഇപ്പോൾ ഞാനിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരു മെൻറ്ററിൻ്റെ റോള് ഇപ്പോൾ എൻ്റെ അനുജൻ്റെ അനുജനാണ്. അപ്പോൾ അവൻ വന്ന് ഹോമിയോ ഡോക്ടറാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വന്ന് ഒരു ഉപദേശമൊക്കെ തരുമ്പോൾ എനിക്ക് വളരെ ശക്തിയായിട്ട് ഒരു മെൻറ്റർഷിപ്പ് കിട്ടുന്നുണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പോൾ അത് ഈ പറഞ്ഞ തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിൻ്റെ ചില ആപ്ലിക്കേഷൻസ് അതിലൊക്കെ ഞാൻ കാണുന്നുണ്ട്. എനിവേ, താങ്ക് യു സോ മച്ച് മനോജ് കുമാർ സാർ ആസ് വെൽ ആസ് സാബു സാർ ഫോർ ക്രിയേറ്റിംഗ്. സാബു സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോം തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു മെൻറ്റർഷിപ്പ് നൽകുന്ന, സപ്പോർട്ട് നൽകുന്ന ഒരു പലരും ഞാനിത് ഒത്തിരി ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. സാറിൻ്റെ ഇപ്പം പുതിയ പ്രോഗ്രാമിനെ കുറിച്ച് ഷെയർ ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു 5-8 ഗ്രൂപ്പിലേക്ക് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു സാർ. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു. Yes. കുമാർ സർ. സാറേ, ഞാനിന്ന് തിരുവനന്തപുരത്ത് ഒരു ലോഡ്ജിലാണ്. ഇന്നലെ വന്നതാണ്. എങ്കിലും മനോജ് സാറിന്റെ പേര് പറഞ്ഞു എന്താണെന്ന് അറിയാൻ വേണ്ടി ചാടിക്കയറി. എങ്കിലും എന്തെങ്കിലും ഒന്ന് പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ ആദ്യമൊന്നും കേട്ടില്ല, സോറി. പിന്നെ ലോഡ്ജിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എന്തായാലും നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് അതിനെ അടിസ്ഥാനപ്പെടുത്തി സാറ് പറഞ്ഞു, അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ വളരെ നല്ലതായിരുന്നു. കാരണം പുള്ളി പറഞ്ഞ അടങ്ങാത്ത ആഗ്രഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ കൂടി അതിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് സ്ട്രോങ് ഒരു ഡിസയർ വേണം, ബേണിംഗ് ഡിസയർ വേണം എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞ്, അതുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയങ്ങൾ ഉണ്ടാകുകയുള്ളൂ. പിന്നെ അതിനുവേണ്ടി സ്ഥിര ഉത്സാഹം വേണം. നമുക്ക് ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എല്ലാ മനുഷ്യരും ചെറുപ്പം തൊട്ട് കേൾക്കുന്ന പരാജയം ഉണ്ടാകും. അതായത് പരാജയം ഒരു നമ്മുടെ വിജയത്തിലേക്കുള്ള അടുത്ത സ്റ്റെപ്പാണ് എന്നൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ അവതരിപ്പിച്ചു. 3 Ps പറഞ്ഞു. പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ സാറോട് പറഞ്ഞു വെച്ചു, നമ്മളെല്ലാവരും ഈ ലോകത്ത് ചെയ്യുന്നുണ്ട്. അല്പം അറിവുള്ളവരെല്ലാം പോസിറ്റീവ് വിഷ്വലൈസേഷനും ഈ അഫർമേഷനും ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റും ഒക്കെ വെച്ച് നമ്മൾ നീങ്ങിയാൽ നമ്മുടെ ഏത് ലക്ഷ്യവും നമുക്ക് നേടിയെടുക്കാനും ഒക്കും. ഈ പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുള്ളത് സാറോട് സൂചിപ്പിച്ചു. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള 500 പേരെ കുറെ വർഷങ്ങളെടുത്ത് അവരിൽ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പം അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഉണ്ടായ വിജയങ്ങളിൽ പ്രധാനപ്പെട്ടത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഇതുപോലെ മെന്റേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തന്നെ 3-4 മാസം കിടപ്പിലായിരുന്നപ്പം ഈ നമ്മുടെ സാബു സാറ് വന്ന് എന്നെ കണ്ട് 3-4 പ്രാവശ്യം ദിവസം ഇവിടെ വീട്ടിൽ വന്നു. എനിക്ക് എപ്പോഴും നല്ല സപ്പോർട്ടായിരുന്നു. അതിന് മനോജ് സാറും വന്നിട്ടുണ്ട്. ഇതിനെല്ലാം ഇപ്പോഴും ഞാൻ താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ആൾക്കാരുടെ സപ്പോർട്ട് വേണം. അത് നല്ല ഒത്തിരി അറിവുകൾ കിട്ടിയിട്ടുള്ള ആൾക്കാർ, നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നമുക്ക് ഒരു ഉത്തേജനം നൽകുന്ന ആൾക്കാരുടെ ഒരു സേവനം നമുക്ക് വേണ്ടതാണ്. ശരിക്കും ഒരു വാക്ക് ഞാൻ ഒന്നും എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയാം. സാറൊരു അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യം പറഞ്ഞു. വിജയിച്ചിട്ടുള്ള ആൾക്കാർ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആൾക്കാരുടെ സപ്പോർട്ട് നമുക്ക് വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അതിങ്ങനെയാണ് വിജയിക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെയൊന്നും അല്ല പോകണ്ടേ, നമുക്കൊരു ആവേശം തകരും. അങ്ങനെയൊക്കെ നമുക്ക് വന്നാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് ഞാനും സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് പറയാണ്, ഞാനും ആ സമയത്ത് ബുക്ക് വാങ്ങിച്ചു വെച്ചെങ്കിൽ ഞാൻ വായിക്കാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ വായിച്ചു തരണം. ഞാനത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഒത്തിരി നല്ല ഐഡിയാസ് ഇറങ്ങിയിട്ടുണ്ട് ബുക്കാണ്, വായിക്കണം. സാറിനെ പോലെ ഞാനും പറയുകയാണ്. എന്തായാലും സാറിന്റെ ഭാഷയിൽ കൂടി ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ നിന്ന് ആ വാക്കുകളൊന്നും പോവുകയില്ല. നാളെ മുഴുവൻ ശരിക്കൊന്ന് നോക്കി വായിക്കും.
മനോജ് സാറെ ഇതുപോലുള്ള നല്ല അടിപൊളി പുസ്തകങ്ങളുമായിട്ട് വരട്ടെ. എന്തായാലും അതിന്റെ കീ പോയിന്റ് എല്ലാം നമ്മുടെ സാബു സാറും എടുത്തു പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് പതിയുന്നതാണ്. രണ്ടുപേർക്കും എല്ലാ അഭിനന്ദനങ്ങളും വിജയങ്ങളും നേരുകയാണ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, ജോസഫ് ജോൺ സാർ ഉണ്ടോ? ഉഷ മാം. Yes, ആ sir. ജോസഫ് സാർ പറയും. മനോജ് സാറെ, കൺഗ്രാറ്റ്സ് സാറ്. നല്ലൊരു പ്രസന്റേഷനാണ് ചെയ്തത്. ഹാർഡ് വർക്കും ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകം അഭിനന്ദനം. കേൾക്കാമല്ലോ അല്ലേ? ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ആശയങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണെങ്കിലും വലിയ ആശയങ്ങൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാനായിട്ട് പോസിറ്റീവ് വഴിയിൽ മുന്നോട്ട് നയിക്കാൻ പറ്റിയ ആശയങ്ങൾ തന്നെയാണ്. ഗഹനമായ ആശയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് വളരെ നൈസായിട്ട് സാർ പ്രസന്റ് ചെയ്തു. എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിച്ചു. പോയിന്റ്സ് ഒന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. ഏതായാലും ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, അതാണ് അൾട്ടിമേറ്റ്. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകാനായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. വൺസ് അഗെയിൻ താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ദെൻ ജോർജ് സാർ, റോയ് സാർ, ഉഷ മാം. ഉഷ മാം പറയൂ. എല്ലാവർക്കും നമസ്കാരം. Whatever your mind can conceive and believe it can achieve. Whatever your mind can conceive and believe it can achieve. 1983 to 1970 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അമേരിക്കൻ സെൽഫ് ഹെൽപ്പ് ഓതർ അദ്ദേഹം ഒലിവർ നെപ്പോളിയൻ ഹിൽ എന്ന ഒരു മഹാനായ എഴുത്തുകാരന്റെ ഒരു ബുക്ക് പരിചയപ്പെടുത്തുക. അതായത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നുള്ള ഒരു ബെസ്റ്റ് സെല്ലർ. ഇപ്പോഴും അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വോയിസോട് കൂടിയിട്ട് ആണ് എപ്പിസോഡ് മനോജ് കുമാർ സാർ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരേക്കും വളരെ മനോഹരമായിട്ട് അണിയിച്ചൊരുക്കിയ ഒരു സെഷനാണ് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. തീർച്ചയായിട്ടും പെർസിസ്റ്റൻസ്, നിരന്തരമായ പരിശ്രമം, അശ്രാന്തമായിട്ടുള്ള പരിശ്രമം, സ്ഥിരോത്സാഹം, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ഒരു മെസ്സേജിൽ ആണ് സാർ ഇവിടെ നമുക്ക് സമ്മാനിച്ചത്. അതില് എപ്പോഴും ജീവിതം മെച്ചപ്പെടുവാനായിട്ട് തീക്ഷ്ണമായ പ്രതീക്ഷകൾ അനിവാര്യമാണെന്ന് സാർ ഇവിടെ സൂചിപ്പിച്ചു. അതിന് എപ്പോഴും നമുക്കൊരു ബേണിംഗ് ഡിസയർ നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് ഇമാജിൻ ചെയ്യണം. അത് ആ ഒരു സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കുന്നതായിട്ട് നമുക്ക് എപ്പോഴും സ്വപ്നം കാണണം. അത് വിഷ്വലൈസ് ചെയ്യണം. പോസിറ്റീവ് അഫർമേഷനിലൂടെ ഒക്കെ എങ്ങനെയാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്ന് ആണ് നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് തന്നത് സാറ്. അതുപോലെ തന്നെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുക. അതിലൂടെ പോസിറ്റീവായിട്ടുള്ള ഒരു മെസ്സേജ് നമുക്ക് മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക. അതായത് സെലിബ്രേറ്റിംഗ് മൈനർ വിക്ടറീസ് എന്ന് സാർ പറഞ്ഞു. അതൊരു പെർസിസ്റ്റൻസ് ഇൻ ഡെയിലി ലൈഫിന് ഉള്ള ഒരു പോർഷനിൽ അതെങ്ങനെ നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ പറ്റും എന്നാണ്. അതായത് മെയിൻറ്റെയിനിങ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, റിസൈലൻസ് ബിൽഡിങ്ങിലുള്ള കുറേ ടെക്നിക്സും സാർ പറഞ്ഞു തന്നിരുന്നു. മൈൻഡ്ഫുൾനെസ്, പോസിറ്റീവ് അഫർമേഷൻ, വിഷ്വലൈസേഷൻ, സറൗണ്ടിങ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളിലൂടെ വളരെ നന്നായിട്ട് ലാസ്റ്റുള്ള ഒരു മ്യൂസിക്കിലൂടെ സാർ അത് നമ്മളെ ഏറ്റവും എൻ്റെ വരേക്കും പിടിച്ചിരുത്തത്തക്കത്തില് ഒരു സെഷൻ നമുക്ക് സമ്മാനിച്ചു. പിന്നെ ജോസഫ് ജോൺ സാർ പറഞ്ഞതുപോലെ തന്നെ അനിൽകുമാർ സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ മനോജ് കുമാർ സാറിന്റെ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുമെന്ന് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ ഒരിക്കലും സാർ തെറ്റിക്കാറില്ല. സാറിന്റെ പ്രസന്റേഷന് അതിമനോഹരമായിട്ട് അത് എന്താണോ ആ മെസ്സേജ് എവിടെയാണോ എത്തിക്കേണ്ടത് തീർച്ചയായിട്ടും അത് ഹാർട്ട് ഫെൽറ്റ് ആയിട്ട് തന്നെ സാർ അത് എത്തിക്കാനായിട്ട് ശ്രമിക്കും. അതിന്റെ റിസൾട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിക്കാറുണ്ട്. ഒരിക്കൽ കൂടി സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ സാബു സാറിന് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും ഫീഡ്ബാക്ക് പറഞ്ഞ എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു സാർ. സാറേ, ആദ്യമായിട്ട് സാറിന്റെ ആ പ്രസന്റേഷൻ ഇസ് എ നോവൽ
വളരെ ഇതായിരുന്നു. കാരണം പല ബുക്കുകൾ വായിച്ചും അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ് പലരും മോട്ടിവേഷണൽ ക്ലാസ്സുകളായിട്ടും ട്രെയിനിങ് ആയിട്ടും കൊണ്ടുപോകുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സാറിൻ്റെ ആ പ്രസൻറ്റേഷന് ഒരു പ്രത്യേകമായ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അത് ആദ്യം എടുത്തു പറയും. പിന്നെ സാറ് ഈ ഒരു ബുക്ക് വായിച്ചേച്ച് വേറൊരാളോട് പറയുന്നത് കുറേയൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ അത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൻ്റെ അറേഞ്ച് ചെയ്ത് പറഞ്ഞതിൻ്റെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമായി വന്നത്. പിന്നെ സാറ് സക്സസ് സ്റ്റോറീസിൻ്റെ കുറേ ഇത് പറഞ്ഞു, നമ്മുടെ റൈറ്റ് ബ്രദേഴ്സിൻ്റെയും ഒക്കെ തോമസ് ആൽവ എഡിസൻ്റെ ഒക്കെ. അതൊക്കെ ആ വായിച്ച ബുക്കിനെ നിന്ന് കിട്ടിയതല്ല, കിട്ടിയത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ ഇതായിട്ട് തോന്നി ഇതൊക്കെ. കാരണം ബുക്കിനകത്ത് തന്നെ ഉള്ളതാണെങ്കിലും എടുത്തത്. അതുപോലെ തന്നെ സാറ് പറഞ്ഞ ചെറിയ ചില കാര്യങ്ങൾ ഞാൻ വളരെയധികം അതിനകത്ത് ശ്രദ്ധിച്ചു. അതായത് അറിയാൻ മേലാത്തത് മറ്റൊരാളോട് ചോദിക്കാനുള്ള വൈഷമ്യം അത് പലർക്കും ഉള്ളതാണ്. അത് എടുത്തു കളയണം എന്ന് പറഞ്ഞ കാര്യങ്ങളും, പിന്നെ നമുക്ക് ചുറ്റുമുള്ളവരും വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറഞ്ഞ ഒരു കാര്യവും വളരെ കറക്റ്റാണ്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഒത്തിരി സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന ചെറിയ ചില കാര്യങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം എനിക്കെല്ലാം അറിയാവുന്നവനാണല്ലോ, പിന്നെ ഇപ്പം ആരോട് ചോദിക്കാനാണ്? ഇതിങ്ങനെയാണ് എന്ന് തീരുമാനം എടുക്കുന്ന ആൾക്കാരുണ്ടോ ഒത്തിരി. പക്ഷേ എന്നാൽ അല്ലാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എത്ര ഇതുണ്ടെങ്കിലും അയ്യോ ഞാൻ അങ്ങനെയല്ല കേട്ടോ മനസ്സിലാക്കിയിരുന്നത്, അങ്ങനെയാണില്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചില കാര്യങ്ങൾ, ഇപ്പോൾ സാറിപ്പോൾ ഒത്തിരി പോയിന്റ്സ് പറഞ്ഞു. ആ പോയിന്റ്സിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്പോൾ തന്നെ കിട്ടിയ 2-3 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തറച്ച ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ദൈനംദിന ജീവിതത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, അറിയാൻ മേലാത്തത് ചോദിക്കാനുള്ള മടി, പിന്നെ നമുക്ക് ചുറ്റുമുള്ളവർ വിശ്വാസമുള്ളവരായിരിക്കണം എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ചെറിയ കാര്യത്തിന് പോകുമ്പോഴും. എനിവേ സാറിൻ്റെ ഇതുപോലെയുള്ള പ്രസൻറ്റേഷൻസ് ഇനിയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. ജോർജ് സാർ ഇവിടെ ഉണ്ട്. താങ്ക് യു സർ. മനോജ് സർ, പതിവ് പോലെ ഇന്നും വളരെ നല്ലൊരു പ്രസന്റേഷൻ നടത്തി. കൺഗ്രാജുലേഷൻ സർ. സാറ് പറഞ്ഞപ്പോൾ പല കാര്യങ്ങളിലും ജോർജ് ഇത് ശരിയല്ലേ ഇത് ശരിയല്ലേ എന്നൊക്കെ എന്നോട് ചെവി പറയുന്ന പോലെ തോന്നി. ഞാനും ഈ 3 അടി എന്ന് കണ്ടപ്പോൾ മഹാബലിയുടെ കാര്യം ഓർത്തതെങ്കിലും ക്ലാസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ലക്ഷ്യത്തിന് തൊട്ട് മുമ്പേ പിന്മാറിയ പല സന്ദർഭങ്ങളും എൻ്റെ മനസ്സിൽ മുഴങ്ങി. ഞാൻ എന്നോട് തന്നെ പറയാനിട വന്നു, മനോജ് കുമാർ സാറ് എന്നെ കണ്ടിട്ടാണോ പറയുന്നത് എന്ന് തോന്നാനിട വരുന്ന വിധത്തിൽ ഒന്നിലധികം സന്ദർഭങ്ങളുണ്ടായി. അതൊന്നും ഞാൻ നീട്ടി പറയുന്നില്ല. എന്തായാലും സാറേ വളരെ സന്തോഷമുണ്ട്. സാറിൻ്റെ ക്ലാസ്സുകൾ പറഞ്ഞ പോലെ ഇപ്പോൾ റോയ് സാറ് ഒടുക്കം സൂചിപ്പിച്ചല്ലോ, ഞങ്ങൾ കാത്തിരിക്കും അത് കേൾക്കാൻ. അതിന് അതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട്, ഒരു കൗതുകമുണ്ട്. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ വേണ്ടത് ഒക്കെ നിറച്ചിട്ടുണ്ടാവും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ താങ്ക് യു. നൗ മനോജ് സാർ പറയൂ. സാർ, ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പുതിയ പുതിയ അറിവുകളാണ് നമുക്ക്. ജോർജ് സാറിനെ ഒന്ന് ആശ്വസിപ്പിക്കും. അല്ല, ജോർജ് സാറിനെ ആശ്വസിപ്പിക്കുന്നതിന് മുന്നേ ഇത് എനിക്ക് തോന്നിയാണല്ലോ, എൻ്റെ കാര്യമായിട്ടാണ് സാർ ഇത് ഞാൻ എടുത്തത്. ഒരുപാട് അനുഭവങ്ങൾ പാതി വഴിക്ക് അങ്ങനെ ഇട്ടിട്ട് പോകുക എന്നുള്ളത് നമ്മളുടെ പൊതുവെയുള്ളൊരു സ്വഭാവമാണെങ്കിലും ഇപ്പൊ എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു അവബോധം തോന്നാൻ കാര്യം ഞാനിത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു തടയിടണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു റെഫറൻസ് കിട്ടുകയാണല്ലോ. സോ ലെറ്റ് us look at the other way round എന്നും തോന്നിയുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഈ ബുക്കിനെ കുറിച്ച് ഒരുപാട് കേൾക്കാറില്ല. ുണ്ടെങ്കിൽ നമ്മുടെ ഈ വലിയൊരു പഠനത്തിന് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അവർക്ക് ഇപ്പോൾ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ച് സൈക്കോളജി അറിയാവുന്നവർക്കൊക്കെയാണെങ്കിൽ ബൈബിൾ ആക്ച്വലി ഫോർ മീ. ഇപ്പൊ പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഒരു സാമ്പത്തിക കാര്യം മാത്രമാണോ റോയ് സാറേ എന്ന് തോന്നുന്നെങ്കിൽ ഓരോ പേജും വായിക്കുന്നത് നമുക്കൊരു ത്രില്ലിങ് ആണ്. അങ്ങനത്തെ ഒരു പല കാര്യം. പുള്ളിയുടെ മകന്റെ കാര്യം ഞാൻ പറഞ്ഞു.
ജനിച്ചപ്പോൾ ചെവിയിൽ ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു ഹിയറിംഗ് നമ്മുടെ ചെവിയേ ഇല്ല. പക്ഷെ എന്നിട്ട് പോലും അതുപോലെ സംഭവിച്ചത്. അങ്ങനെ ഒരുപാട് നമുക്കൊക്കെ പറ്റും സാർ. നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അതിൻ്റെ ഒരു തീവ്രമായ ഒരു ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും ഇപ്പം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ സാബു സാറൊക്കെ ക്ലാസ് എടുക്കുന്നത് നമുക്ക് എനിക്കത് കിട്ടിയേ അടങ്ങൂ എന്നുള്ള അത് ഈ പറഞ്ഞ പോലെ ഒരു വിഷനാക്കി ദിവസവും അതിനെക്കുറിച്ചും ദിവസം 3-4 പ്രാവശ്യം വായിക്കുക, വിഷൻ ബോർഡ് ഉണ്ടാക്കുക, എഴുതി വെക്കുക, ഈ പുട്ട് അഫർമേഷൻസ് എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ സ്വപ്നങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നതിനുള്ള അത് ഇറ്റ്സ് വെരി എൻകറേജിങ്. നമുക്ക് സാധ്യതകൾ ഉണ്ടെന്നും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നും ഈ പറഞ്ഞ പോലെ ഒരു തിരിച്ചറിവുകളും ഉണ്ടാവും. ഇപ്പം ഞാനത് റോയ് സാർ പറഞ്ഞുകൊണ്ടാണ്, നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ സാറേ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒട്ടും അറിയാത്തത്. അപ്പം അത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയ തീർച്ചയായിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് സാബു സാർ നമ്മൾ ഈ വണ്ടി ഓടിച്ച് ഇപ്പം പിന്നെ ഗൂഗിൾ മാപ്പും ഗൂഗിൾ അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വഴി ഒന്ന് ചോദിച്ചേക്കാം, ചിലർ കറക്റ്റ് വഴി പറഞ്ഞു തരും, ഗൂഗിളിനേക്കാളും വൃത്തിയായിട്ട് വഴി പറഞ്ഞു തരുന്നവരുണ്ട്. അപ്പോൾ ആ ചോദിക്കാനുള്ള ഒരു മനസ്സ് മതി. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും ഐ എഗ്രി വിത്ത് റോയ് സാർ. സാറ് പറഞ്ഞാൽ അത് നമുക്ക് ഇല്ല, പക്ഷെ അത് മാറ്റിയെടുക്കാം. ഇപ്പോൾ മാറി വരുന്നുണ്ട്. നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ച് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ അതാണ് ഞാൻ സാറേ ഉദ്ദേശിച്ചത്. ഇത് എല്ലാ പണ്ഡിതന്മാരും ബുക്കുകാർ എഴുതുന്നവരൊക്കെ എല്ലാ സക്സസ്ഫുൾ ആയവരെ മാത്രമേ അനലൈസ് ചെയ്യുന്നുള്ളൂ. ഈ തൊപ്പിയിട്ടവന്മാരെ ഒന്ന് പഠിച്ചിട്ട് അതിന്റെ സ്റ്റഡി ഒന്ന് നടത്തുന്നത് നന്നായിരിക്കും. അപ്പോഴാണ് ശരിക്കും ലിമിറ്റേഷൻസ് മനസ്സിലാകുന്നത്. അത് എന്തുകൊണ്ട് വലിയ ഇങ്ങനെ സത്യമാണ് സാറേ. എല്ലാവരും അടിപൊളിയായി ഈ നമ്മളെ 500 ശ്രദ്ധിച്ചു നോക്കൂ. പേരില് ഇപ്പൊ അല്ല അതല്ല സാർ, അതിന്റെ റീസൺ പറഞ്ഞുതരാം. അപ്പൊ നമ്മള് ഒരു ഈ സിമ്പിൾ 500 എക്സാമ്പിൾ പേരുടെ പറയാം. കാര്യം തന്നെ സാറേ, അതാണ് ഈ സ്റ്റഡി. അതെ, ഇപ്പൊ അത് തന്നെ എല്ലാവരും തോറ്റവരാണ്. ഈ പരാജയം അതായത് ചിലർക്ക് ഈ തോക്കുക എന്ന് പറയുന്നത് വിട്ടുകൊടുക്കാൻ മനസ്സില്ല എന്ന് പറയാം. ഇപ്പൊ ഇതൊരു വിട്ടുകൊടുക്കലാണല്ലോ എന്ന് പറഞ്ഞ പോലെ എപ്പോഴും വിജയിച്ചുകൊണ്ടേ ഇരിക്കണം നിർബന്ധം പിടിക്കാനും പറ്റില്ല. അല്ല സാർ, അതിന്റെ ഒരു cannot, പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ we നമ്മള് know